2.5 മുറിയുള്ള വീട്. മൂല ബംഗാളി രചന ഭഗീരഥ് മിശ്ര. ഹിന്ദി രൂപാന്തരം അശോക് ലാൽ. മലയാള പരിഭാഷ PS ശ്രീദേവി. അഭിനേതാക്കൾ രവി വള്ളത്തോൾ, PAM റഷീദ്, വേണു കണിയാരത്ത്, ആര്യനാട് രാജേന്ദ്രൻ KPSC, അനിൽ ആറ്റിങ്ങൽ, മുക്കോട് ഗോപാലകൃഷ്ണൻ, വക്കം ബോബൻ, ഗിരീഷ് സോപാനം, കാട്ടാക്കട പ്രേംകുമാർ, രതീഷ് J അയ്യർ, DS രാജീവ്, KPSC പുഷ്പലത, അനിത അനിൽ, സുഷമ അനിൽ, കുമാരി അഞ്ജിത BR നായർ, കുമാരി നിവേദിത V രാജ്. സംവിധാന സഹായം M നിസാമുദ്ദീൻ, ദുർഗ രാജു. സംവിധാനം രാജേശ്വരി മോഹൻ. 2.5 മുറിയുള്ള വീട്. മൺവീണയിൽ ഇളവേൽക്കൂ പനിസരി ഗരി 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 ഗമ പമ ഗരി 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 സനി. വാ വാ. മനോഹരം. വിൺഗംഗയായി നീ നിറയൂ. നാം കൽക്കട്ടയിലെ മധ്യവർഗ തെരുവായ ബാഗ് ബസാറിലാണിപ്പോൾ. ഹർഷിത് ഒനിമ ദമ്പതിമാരുടെ ഇടുങ്ങിയ മുറിയിൽ നിന്നാണ് ഈ ഗാനം ഒഴുകി വന്നത്. ആ തെരുവിൽ പലതരം കടകളുണ്ട്. അവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. ആവശ്യമില്ലാത്തവയും അവിടെ കിട്ടാനുണ്ട്. പ്രത്യേകിച്ചും ഹർഷിതിന്റെയും ഒനിമയുടെയും പ്രായത്തിലുള്ളവർക്ക്. 2.5 മുറിയുള്ള ഈ വീട്ടിൽ വെച്ചാണ് അവർ തങ്ങളുടെ 3 പെൺമക്കളുടെയും വിവാഹം നടത്തിയത്. തങ്ങളുടെ റിട്ടയർ ജീവിതം ശാന്തിയോടും സമാധാനത്തോടും ഇങ്ങനെ സംഗീതമൊക്കെ ആസ്വദിച്ച് തള്ളിവിടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കഷ്ടം. നേരം വെളുത്തില്ല, അതിനു മുൻപ് തുടങ്ങി. വെളുപ്പാങ്കാലത്ത് പോലും സമാധാനത്തോടെ ഒരു പാട്ട് ആസ്വദിക്കാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോ ദുർഗാപൂജ വരികയല്ലേ. രാത്രിയും പകലും ഇത് തന്നെയായിരിക്കും. പണ്ടൊക്കെ എത്ര ചിട്ടവട്ടത്തോടെയായിരുന്നു അതെല്ലാം. എന്തെങ്കിലും ബഹളം ഉണ്ടായിരുന്നോ? നീ ഏത് കാലത്തെ കാര്യമാ പറയുന്നത്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഓരോ തവണയും ഈ ബഹളം കൂടുന്നതല്ലാതെ കുറയുന്നുണ്ടോ? സംഭാവന പോലും അവർ ഇപ്പോൾ എത്രമാത്രം വാങ്ങുന്നു. 5ഓ 10ഓ സന്തോഷത്തോടെ കൊടുക്കുമായിരുന്നു. ഇപ്പോ അത് 50ആയി. കഴിഞ്ഞ വർഷം 200 രൂപയല്ലേ അവർ പിരിച്ചത്. 200 രൂപ. ദുർഗാപൂജയുടെ കൂടെ വേറെ എന്തൊക്കെ പൂജകളാ പറഞ്ഞത്? ലവണി, സരസ്വതി, കാർത്തിക, വിശ്വകർമ്മ. ഇവിടുത്തെ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനു പോലും പിരിവില്ലാതെ പറ്റില്ലെന്നായിരിക്കുന്നു. 2 വർഷം മുൻപ് ഷോട്ടൂൺ ഉത്സവം നടത്തിയത് ഓർമ്മയില്ലേ ഒനിമ? എന്തുകൊണ്ടില്ല, അന്നും അവൻ സംഭാവന പിരിച്ചിരുന്നു. തിങ്ക് ഓഫ് ദ ഡെവിൾ. ആ ജനലിൽ കൂടി നോക്ക്, അവനാണോ എന്ന്. ആ മുറുക്കാൻ കടയിൽ നിൽപ്പുണ്ട്. സാധാരണ പോലെ വലിയ ശബ്ദത്തിൽ ബൈക്ക് റൈസ് ചെയ്ത് തന്നെയാ നിൽക്കുന്നത്. എന്നാലല്ലേ ബഹളം ഉണ്ടാവൂ. അവന്റെ പുറകിൽ അവന്റെ സിൽബന്തിയും കാണുമല്ലോ. എന്താ അവന്റെ പേര്? ബിട്ടി. അവനും ഉണ്ട് പുറകിൽ. വലിയ ഗുസ്തിക്കാരനാന്നാ രണ്ടിന്റെയും ഭാവം. ഏയ് അല്ലല്ല, വലിയ ദാതയാണെന്നാ വിചാരം. അടിപിടി ഉണ്ടാവുമ്പോ അവൻ ചെകുത്താനെ പോലെ നാ പറഞ്ഞു കേൾക്കുന്നത്. ഏതോ ക്ലബിന്റെ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും അല്ലേ രണ്ടുപേരും? യുവശക്തി സംഘത്തിന്റെ. നീ ആ ജനലിന്റെ അടുത്ത് നിന്ന് മാറും, ഇല്ലെങ്കിൽ. എന്താ? ഒരുമ ആന്റി, ഒന്ന് നിൽക്കണേ.
ഒരു മിനിറ്റ്. ഒനിമ, ഓ, നിന്നെ കണ്ടെന്ന് തോന്നുന്നു. എന്താ ചോദിക്കേ? ഇല്ലെങ്കിൽ അകത്തേറി വരും. ശരി ആന്റി, ഗംഗാതീരത്ത് 2 ശവങ്ങൾ. എന്ത്? 2 ശവങ്ങളൊന്ന്. അതൊന്ന് കുറയ്ക്കുമോ? ഓ, ഇപ്പൊ 2 എണ്ണം ഉണ്ടെങ്കിൽ 2 എന്ന് തന്നെയല്ലേ പറയേണ്ടത്? ഓ, അയ്യോ, അതല്ല. നിന്റെ ഈ കടകട ശബ്ദം ഒന്ന് കുറയ്ക്കാനാ പറഞ്ഞത്. ആ, ഇനി പറ, എന്താ കാര്യം? ഗംഗാതീരത്ത് 2 അജ്ഞാത ശവങ്ങൾ. ശവങ്ങളോ? ഈശ്വര, അതിന് ഞാൻ എന്ത് വേണം? എടബിട്ടി, നീ തന്നെ പറയ. അതിന്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഓ, പോലീസിനെ അറിയിച്ച് പൂജാരിയെ വിളിപ്പിക്കണം. അല്ലാതെ അതിന് ഞങ്ങളെ അറിയിക്കുന്ന എന്തിനാ? പിന്നെ ആന്റി, കർമ്മങ്ങൾ ചെയ്യാൻ പൈസ പിരിച്ചുകൊണ്ടിരിക്കുക. പൂജാ സാധനങ്ങൾ വാങ്ങണം, ദഹിപ്പിക്കാൻ വിറക് വാങ്ങണം. ഒരു 100 രൂപയെങ്കിലും. 100 രൂപയോ? ആ, അല്ലെങ്കിൽ ഉള്ളത് എത്രയെന്ന് വെച്ചാൽ തന്നോളൂ. ശരി ആന്റി, ഒരു 50 രൂപ തരണം. ബാക്കി വേറെ പിരിച്ചോളാം. വേഗം വരൂ, ഞാൻ അങ്ങോട്ട് വരാം. വേഗം. അവനോട് പറ അവിടെ നിൽക്കാൻ. ഇപ്പൊ തരാം. നീ അവിടെ നിൽക്ക്. ആ, അങ്ങോട്ട് കൊണ്ടുവരാം. ഒന്ന് വേഗം ആന്റി, ദുർഗാപൂജയുടെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അതിനിടയിൽ അജ്ഞാത ശവങ്ങളുടെ കാര്യവും നോക്കണം. ഒട്ടും സമയവുമില്ല. ആ എന്നാ പിടിച്ചോ 50 രൂപ. നിന്റെ ഈ നാശം പിടിച്ച കടകട ബൈക്കിനും കൂടി ഒരു പരിഹാരം ഉണ്ടാക്ക്. അങ്കിളേ, ഷോട്ടിന്റെ ഈ ബൈക്കിനെ കുറിച്ച് മാത്രം ഒന്നും പറയരുത്. അവന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കാണ് അവൻ ഇത് കൊണ്ടു നടക്കുന്നത്. ഓഹോ, പോട്ടടാ, നമുക്ക് പോകാം. ഇപ്പോ ഇതിന് മറുപടി പറയാൻ സമയമില്ല. പിന്നീട് ഒരിക്കലാവട്ടെ. ശരി ശരി. പാവമ തന്തയുടെ പേരൂടെ കളയാൻ. ഒനിമ, രാവിലെ 50 രൂപ പോയി കിട്ടി. അവൻ വന്ന് ചോദിക്കുമ്പോ എടുത്തു കൊടുക്കാനിരുന്നിട്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ അവൻ അകത്ത് വന്ന് ആന്റി എനിക്കും പിട്ടിക്കും ചായ എടുക്ക്, ഒന്ന് ഫോൺ ചെയ്യട്ടെ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവന്റെ അച്ഛന്റെ വീട് പോലെ ഞാൻ പറയുന്നില്ല. അവന്റെ അച്ഛന്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല. പാവം, എന്ത് നല്ല മനുഷ്യനാണ്. 2 സഹോദരങ്ങൾ ഉള്ളത് നല്ല പഠിപ്പും വിവരവും ഉണ്ട് അല്ലേ? അതെ അതെ, രണ്ടാൾക്കും ജോലിയും ഉണ്ട്. ഇവൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. +2 വരെ നന്നായി പഠിച്ചു വന്നതാ. പിന്നെ എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. പറയുന്നതും ചെയ്യുന്നതും എല്ലാം ഭ്രാന്ത് പിടിച്ച പോലെ. പ്രാക്ടിക്കൽ സോഷ്യൽ വർക്കാണ് പോലും. സോഷ്യൽ വർക്കേ. അസൽ ഗുണ്ടയാണവൻ. അതെ അതെ. പിന്നെ എനിക്കറിയാം നീ എന്താ പറയാൻ പോകുന്നതെന്ന്. എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? ഇവിടെ ഇങ്ങനെ വയ്യ. ഓഹോ, മടുത്തു. ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോഴാ മനസ്സൊന്ന് തെളിയുന്നത്. അവിടുത്തെ ചെടികളുടെയും പൂക്കളുടെയും ഇടയിൽ നിൽക്കുമ്പോ. അത് ശരിയാ. എന്റെ ഏട്ടത്തി ഒരു ചെറിയ കാടുണ്ടാക്കി എടുത്തിരിക്കല്ലേ അവിടെ. അച്ഛന്റെ വീട്ടിലും വലിയൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നല്ലോ. അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ചെടികളെ ഒന്നും നശിപ്പിക്കരുതെന്ന്. അവയുടെ ഇലകളെ കാറ്റിലാടാൻ അനുവദിക്കണമെന്ന്. എന്നിട്ട് അവസാനം അച്ഛനും അവ നഷ്ടപ്പെട്ടില്ലേ? എത്ര ചെറിയ വീടായാലും സാരമില്ലായിരുന്നു. ഒരു ചെറിയ ബാൽക്കണി എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെല്ലാം ചെടിയിൽ വച്ച് പിടിപ്പിച്ചേനെ. നിശാഗന്ധി, മുല്ല, പിച്ചി, ചെമ്പകം. വീട് മുഴുവൻ അവയുടെ സുഗന്ധം നിറഞ്ഞേനെ. മനസ്സിന് എത്ര സമാധാനം കിട്ടിയേനെ. എനിക്കറിയാം ഒനിമ, അത് നടക്കും നടക്കും. ഒനിമ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വലിയ വലിയ ചെടിച്ചട്ടികളിൽ ജമന്തിയും ബോഗൺവില്ലയും മറ്റും നട്ട് ഒനിമ ജനൽപ്പടികളിൽ വച്ചിരുന്നു. എന്നും വെള്ളം നനച്ച് മക്കളെപ്പോലെ പരിപാലിച്ചിരുന്നു. കൂടെ കൃഷ്ണതുളസിയും. ഒരു ഞായറാഴ്ച രണ്ടാളും പുറത്തുപോയിരുന്നു, പകൽ മുഴുവനും. ആ ദിവസം ആ തെരുവില റോഡിൽ 2 ലോക്കൽ ടീമുകളുടെ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. ആർപ്പുവിളികൾ. സൗരവ് ഗാംഗുലി 11 ടോസ് ജയിച്ച് ബാറ്റിംഗ് എടുത്തു. അരുൺലാൽ ടീം ഫീൽഡിംഗും. ബൗണ്ടറി ഏതൊക്കെയാ? ആ മുറുക്കാൻ കടയിലെയോ? അതാ 4. ഹർഷിത് അങ്കിളിന്റെ വീടല്ലേ ദേ ആ ചെടിച്ചട്ടി വെച്ചിരിക്കുന്നത്? അത് 6. റോഡിലേക്ക് വയൽ ഫൗളാ. നോ റൺ ഔട്ട്. ഓക്കെ, ഹായ്, നമ്മുടെ ലോക്കൽ പ്രിൻസ് ഓഫ് ബാക്ക് ബസാർ. നന്നായി അടിക്ക്. ഇത് ക്രിക്കറ്റ് ബോളാണ്, ടെന്നീസ് അല്ല. കളി ചൂടുപിടിച്ചു വരുന്ന സമയം ഏതോ പ്രിൻസിന്റെ അടിയിൽ ബോൾ നേരെ ചെന്ന് ഒനിമയുടെ ചെടിച്ചട്ടിയിൽ കൂട്ടിമുട്ടി. അങ്ങനെ ഒനിമയുടെ ചെടിച്ചട്ടികൾ പൊട്ടിച്ചിതറി. അല്പം കഴിഞ്ഞ് പെയ്ത മഴയിൽ തെച്ചിപ്പൂക്കൾ ചിതറി വീണു. അത് കണ്ടാൽ സ്വപ്നങ്ങൾ ചോര ചിതറി കിടക്കുന്ന പോലെ തോന്നി. രാത്രി രണ്ടാളും തിരിച്ചെത്തിയപ്പോൾ കറണ്ടില്ലായിരുന്നു. അത് നന്നായെന്ന് വേണമെങ്കിൽ പറയാം.
ഇരുട്ടത്ത് ഇവിടെ നടക്കുന്നത് വലിയ പാട് തന്നെ. ടോർച്ച് എടുത്തില്ലായിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും കയറിപ്പോയനെ. ആ, എന്തായാലും എത്തിയല്ലോ. ഇതെന്താ ഈ ഇലകളൊക്കെ ഇവിടെ? മഴ പെയ്തപ്പോ കാറ്റും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. നോക്കൂ, ആ ടോർച്ച് ഇങ്ങോട്ടൊന്ന് തെളിച്ചേ. നേരം വെളുത്തിട്ട് നോക്കാം അതൊക്കെ. നീ ആ പൂട്ടൊന്ന് തുറക്ക്. ഇങ്ങോട്ടൊന്ന് ടോർച്ച് തെളിക്കേ. അയ്യോ, ചെടിച്ചട്ടിയുടെ പൊട്ടിയ കഷ്ണം. എന്താ? അയ്യോ അയ്യോ, എല്ലാം നശിപ്പിച്ചു. എന്താ കഴിയാതെ. ഭർത്താവ് ഭാര്യയെ ഒത്തിരി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്തു ഫലം? തന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് മരിച്ചുപോയാൽ ഒരമ്മയുടെ ദുഃഖം എങ്ങനെയാണോ അതുപോലെയായിരുന്നു ഒനിമയുടെയും മാനസികാവസ്ഥ. പിന്നെ കരഞ്ഞു കരഞ്ഞ് നിശബ്ദയായി. അന്ന് ഒനിമ ഒരു പ്രതിജ്ഞ എടുത്തു. ബാഗ് ബസാറിൽ ജീവിക്കുന്നിടത്തോളം കാലം ഒരൊറ്റ ചെടി പോലും നട്ടുവളർത്തില്ല എന്ന്. ഹർഷിത് തന്റെ മൂത്ത മകൾ സുനിതയെയും 7 വയസ്സുള്ള പേരക്കുട്ടിയെയും വിളിച്ചു വരുത്തി. അവരുടെ സാന്നിധ്യത്തിൽ വീടിന് ഉണർവുണ്ടായി. കുറച്ചു ദിവസത്തേക്ക് ഒനിമ വീണ്ടും പഴയതുപോലെയായി. ബിസിനസ് ആസ് യൂഷ്വൽ. ആരാ? ഞാൻ വാണിയാ. ആഹാ, വാണിയോ? വരൂ വരൂ. സുഖമാണോ? ഓ, സുഖം തന്നെ. ചായ എടുക്കട്ടെ വാണി? ഓ വേണ്ട, ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. ഒരുപാട് സ്ഥലത്ത് നിന്ന് വിശേഷങ്ങളും കൊണ്ടല്ലേ വാണി വരുന്നത്. ഒരു ചായ കുടിച്ചെന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല. ശരി ശരി, ദഹിക്കുമോ ആവോ? എന്താ വാണി ഇത്? ഈ ചായ ദഹിച്ചില്ലെങ്കിൽ നാട് നീളെയുള്ള വിശേഷങ്ങൾ നിനക്ക് എങ്ങനെയാ ദഹിക്കുന്നത്? ഇതാ ചായ പിടിക്ക്. കൊള്ളാം, നല്ല ചായ. ഞാൻ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മുളക് ബജിയാ. പക്ഷെ നിനക്ക് ദഹിക്കുമോ എല്ലാം കൂടി? മുളക് ബജിയോ? ആ, നിനക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. ഓ സാരമില്ല, 3-4 കഴിക്കാം. കുറെ നാളായി മുളക് ബജി കഴിച്ചിട്ട്. ശരി ശരി. ഓ ഓ വാണി, നിന്റെ പേര് ആകാശവാണി എന്ന് പറയുന്നതാണ് ശരി. ആ, ഇതാ മുളക് ബജി. ഇനി ബാഗ് ബസാറിലെ പ്രൈവറ്റ് വാർത്തകൾ പറയൂ, കേൾക്കട്ടെ. ഇതെന്തിനാ ഇത്രയധികം? ഓ, നല്ല എരിവ്. അപ്പോ നീ എരിവുള്ള വാർത്തകൾ പറയേ. ഇതാ ഈ വെള്ളം ഒരു കവിൾ കുടിക്കേ. നെയ്യപ്പം ഉണ്ട്, അതും കഴിച്ച് ചായയും കൂടി കുടിക്കേ. അപ്പോ എരിവൊക്കെ മാറും. നീ വിശേഷങ്ങൾ പറയേ. എന്നെ കളിയാക്കണ്ട കേട്ടോ. എനിക്ക് ആരുടെയും നുണയൊന്നും പറയാനൊന്നും വയ്യ. അയ്യോ, പിണങ്ങാതെ. എങ്കിൽ ഈ നെയ്യപ്പം നിന്നിട്ട് മധുരമുള്ള വിശേഷങ്ങൾ പറയേ. ആ ഷോട്ടൂനില്ലേ, ഇപ്രാവശ്യത്തെ പൂജയ്ക്ക് അവൻ നാടകം കളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളുടെ ചുക്കിയാ ഓർമ്മ വരുന്നത് അതറിഞ്ഞപ്പോ. ഷോട്ടു, അവന്റെ കാര്യം അവൻ തന്നെ പറഞ്ഞോളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ആ പിന്നെ, ആ ഗുഹാസാറിന്റെ മോൾ റൂമില്ലേ, അവൾ ഒരു പയ്യനുമായി ചില ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വിക്ടോറിയ മെമ്മോറിയൽ വെച്ച് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ രണ്ടാളെ. നമുക്കെന്താ ഓരോരുത്തരുടെയും പ്രൈവറ്റ് കാര്യങ്ങളിൽ. അവരായി അവരുടെ പാടായി. ആഹാ, അദ്ദേഹം വന്നെന്ന് തോന്നുന്നു. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ആഹാ, ഇതാര്? ആകാശവാണിയോ? നമസ്കാരം. നമസ്കാരം, ഞാൻ പോട്ടെ. അയ്യോ, പോവുകയാണോ? ഇന്നത്തെ വാർത്താ പ്രക്ഷേപണം കഴിഞ്ഞോ? അടുത്ത ബുള്ളറ്റിൻ എന്നാണാവോ? ഞാൻ വരാം. പാവം പൊട്ടിപ്പെണ്ണ്. പക്ഷേ നീ അവൾ പറയുന്നതൊക്കെ അപ്പാടെ വിശ്വസിക്കുകയാണല്ലോ. പറയുന്ന ആള് മോശമാണോ? എന്താ? ആ ഷോട്ടുവിനെ കുറ്റം പറഞ്ഞിട്ട്. ശരി, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് തരാം. ഷോട്ടുവിനെ ഞാൻ ഒരു ഗുണ്ടയായി കാണുന്നു. സൈലൻസർ ഇല്ലാത്ത അവന്റെ ബൈക്കിനെ ഞാൻ വെറുക്കുന്നു. ഈ ബാഗ് ബസാറിലെ നമ്മുടെ ജീവിതത്തെ നരകതുല്യമാക്കാൻ അവനും വലിയ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി തന്നെ. എന്നിട്ടും ഞാൻ അവന് കാശ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതെന്റെ ദൗർബല്യമായി നീ കാണരുത്. ഓ ശരി ശരി, എനിക്കറിയാം. വാണി പറയായിരുന്നു ഇത്തവണ ചോട്ടു പൂജയ്ക്ക് നാടകം കളിക്കുന്നുണ്ടെന്ന്. ആ, കളിക്കട്ടെ. അവൾ പറയാണ് നാടകമെന്ന് കേട്ടപ്പോ അവൾക്ക് ചുട്കിയെ ഓർമ്മ വരുന്നെന്ന്. നീ ഇപ്പോഴും പപ്പിയെ ചുട്ക്കി എന്ന് തന്നെയാണ് വിളിക്കുന്നത് അല്ലേടോ? അന്ന് അവൾ നാടകത്തിൽ എത്ര നന്നായി അഭിനയിച്ചു അല്ലേ? പിന്നെ
എത്ര സന്തോഷമായിരുന്നു അവൾക്ക്. ഇന്നലത്തെ പോലെ തോന്നുന്നു. 2 വർഷം മുമ്പ് പൂജാവേളയിലെ കാര്യമാണ്. ഹർഷദിന്റെയും ഒനിമയുടെയും ഇളയ മകൾ ചുട്കി അഥവാ പപ്പിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു അന്ന്. ആ ഇടയ്ക്കാണ് ഷോട്ടുവിന്റെ ഗുണ്ടാ വിളയാട്ടം ആരംഭിച്ചതും. അവന്റെ വണ്ടിയുടെ സൈലൻസർ ആ ഇടയ്ക്കാണ് ഊരി മാറ്റിയതും. അച്ഛാ, ഷോട്ടുൻ വരുന്നു. പിരിവിന് വന്നതായിരിക്കും. അയ്യോ മോളെ, പിരിവ് അങ്ങോട്ട് കൊടുത്തേക്കാമെന്ന് പോയി പറയേ. ഷോട്ടുൻ, അച്ഛൻ പറഞ്ഞു പിരിവ് അങ്ങോട്ട് കൊടുത്തേക്കാമെന്ന്. പിരിവോ? ഞാനിപ്പോ പിരിവിനൊന്നും വന്നതല്ല. ഒരു സീരിയസ് കാര്യം പറയാനുണ്ട്. വാതിൽ തുറക്ക്. ഓ മോളെ, ഒന്ന് തുറന്നു കൊടുക്ക്. ഇല്ലെങ്കിൽ ബലം മുഴുവൻ ആ വാതിൽ അവൻ പ്രയോഗിക്കും. ആ എടി ചുടുക്കി, വാതിൽ തുറക്കാൻ എന്താടി ഇത്ര താമസം? ചുട്കിയോ? എടാ, ഞാൻ നിന്നേക്കാൾ മുതിർന്നതാടാ. ബിറ്റി, ഇവനോട് പറഞ്ഞു മനസ്സിലാക്ക്. ചുടുക്കി, പോ അടുക്കളയിൽ പോയി 2 ഗ്ലാസ് തണുത്ത വെള്ളം കൊണ്ടുവാ. അങ്കിളിന് വേണോ? ഓ വേണ്ട, താങ്ക്സ്. ഇത് എന്റെ വീടാണ്. എനിക്ക് വേണമെന്ന് തോന്നുമ്പം ഞാനെടുത്ത് കുടിച്ചോളാം. എന്താ? എടി, നീ പോയില്ലേ ഇതുവരെ? എനിക്ക് വയ്യ. എന്നാലേ പപ്പി ചേച്ചി പോയി എടുത്തോണ്ട് വാ. ഇവിടെ നമ്മൾ മുതിർന്നവർക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നേ. അങ്ങനെ വഴിക്ക് വാ. ചേച്ചി എന്ന് വിളിക്കാൻ അറിയാം. അപ്പൊ ശരി. ആന്റി, ആന്റി, എന്താ? ഞാനിവിടെ ജോലിയില്ല. 2 കപ്പ് ചായ വേണം. അങ്കിളിന് വേണ്ടേ? ഓ, അങ്കിളുടെ വീടല്ലയോ, എപ്പോ വേണമെങ്കിലും പറയാവല്ലേ. ഓ, താങ്ക് യു ഫോർ ദ പെർമിഷൻ. ആ, 2 കപ്പ് മതി. എനിക്കും ബിട്ടിക്കും. അങ്കിളിന് വേണ്ട. എന്തെങ്കിലും കുറയ്ക്കാനും കൂടി എടുത്തോ. പെട്ടെന്ന് വേണം. ഒരു സീരിയസ് കാര്യം പറയാനാ. ദേ പെട്ടെന്ന് പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്ക്. ഇവിടെ നിന്നെപ്പോലെ ജോലിയും കൂലിയും ഇല്ലാതെ ഇരിക്കുകയല്ല ഞങ്ങൾ. ഇത്തവണ എത്ര രൂപയാണ് പിരിവ്? 1 ലക്ഷമോ മറ്റോ ആണോ? ഓ, പിരിവ് നൽകാൻ വെമ്പൽ പൂണ്ടിരിക്കുകയാണെങ്കിൽ തന്നോളൂ. പിന്നെ ഇത്തവണ ഞാൻ 25% ഡിസ്കൗണ്ട് നൽകും കേട്ടോ. ഓഹോ, 100% കൂട്ടിയിട്ട് അല്ലേ? അല്ല, ഇപ്പൊ നമുക്കെന്തിനാ ഡിസ്കൗണ്ട്? മനസ്സിലായില്ല. അത് ഒരു സീരിയസ് കാര്യം പറയാനാ. ഓ, ചുട്ടി ഇതുവരെ വെള്ളം കൊണ്ടുവന്നില്ലല്ലോ. ആന്റിയേ, ചായ വേഗം കൊണ്ടുവാ. പിന്നെ ഇത്തവണത്തെ പൂജയ്ക്ക് ഓ, ഷാറൂഖ് ഖാനെ വിളിക്കാനാണോ പരിപാടി? ഏയ്, ഷോട്ടിൽ ലോക്കൽ ടാലന്റിൽ വിശ്വസിക്കുന്ന ആളാങ്കൾ. ആഹാ. ആന്റി എത്തിയല്ല. ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഇതാ ചായ കുടിക്ക്. ബിട്ടി, നീയും എടുക്ക്. ഓ, ഒന്ന് വേഗം കാര്യം പറയേ. എനിക്ക് പുറത്തേക്കൊന്ന് പോണം. അവിടെ ഇരിക്കണം. എന്താ ഇത്? ചായ കുടിച്ചിട്ട് പോകാം. നിന്നോട് ഞാൻ ചായ ആവശ്യപ്പെട്ടില്ലല്ലോ. ഓ, ഞാനാ പറയുന്നത്, ചായ കുടിക്കണം. ആ ഷോട്ടൂൻ, നീ കാര്യം പറയ്. ആന്റി, അങ്കിൾ, ഇപ്രാവശ്യത്തെ പൂജവയ്പ്പിന് ഞങ്ങൾ നാടകം കളിക്കുന്നുണ്ട്. സൂപ്പർ നാടകമാണ്. ഈ ബാഗ് ബസാറിൽ ഇതുപോലൊരു നാടകം ആരും കളിച്ചിട്ടുണ്ടാവില്ല. ആ, അതിരിക്കട്ടെ. എത്രയാണ് പിരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആയതുകൊണ്ട് ഒരു 25% ഡിസ്കൗണ്ട് ഉണ്ട്. പൂജവയ്പ്പിന് നമ്മുടെ നാടകത്തിൽ ചുട്കി ഹീറോയിന്റെ റോളാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല. ബാഗ് ബസാറിലെ ഗുണ്ടകളോടൊപ്പം എന്റെ പപ്പി ഒരിക്കലും നാടകം കളിക്കില്ല. ഒരിക്കലും. നീ പോ. അവരൊന്നും ഗുണ്ടകളല്ല, എല്ലാവരും അറിയുന്നവരാ. ലോക്കൽസ്. ഓ, അപ്പൊ നീ ആയിരിക്കും ഹീറോ അല്ലേ? അല്ലല്ല, എനിക്ക് വേറെ ഒരുപാട് പണികളുണ്ട്. ബാക്ക് സ്റ്റേജ് ചെയ്യണം, പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങള്. റിഹേഴ്സൽ ഇന്ന് വൈകിട്ട് തുടങ്ങുക. അതിന് ഞാൻ സമ്മതിച്ചില്ലല്ലോ. ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെച്ചും റിഹേഴ്സൽ നടത്തും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആക്കുന്ന എന്തിനാ കുഞ്ഞേ? എന്നും ഇവിടെ വെച്ച് തന്നെ അയക്കോ? എന്നും ആയാലും ആന്റിക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഓ, വെരി കൈൻഡ് ഓഫ് യു. താങ്ക് യു. നോ മെൻഷൻ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. പ്ലീസ് ഒന്ന് പോകൂ. പപ്പി നാടകത്തിൽ അഭിനയിക്കുന്നില്ല, മനസ്സിലായോ? ആ, പോവാം. ചുട്കി, ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പൊ 7 മണിക്ക്. ആന്റി, ചായ നന്നായിരുന്നു കേട്ടോ. ബൈ. പപ്പി, പപ്പി, ഇവിടെ വാ. ഒനിമ, പപ്പി ഒരു നാടകത്തിനും പോകുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ചുട്കിക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഏയ്, എന്റെ പപ്പി ബുദ്ധിമതിയാണ്. അവൾ ആ ഗുണ്ടകളോടൊപ്പം ജോലി ചെയ്യാൻ ഒരിക്കലും തയ്യാറാവില്ല. പപ്പി ബുദ്ധിമതിയാണ്. അതെ. അവൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. ഞാൻ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അതെ. എന്നാലേ
അവൾ ഇത്രയും നേരം കിച്ചണിൽ എന്നോട് വാശി പിടിച്ച് നിൽക്കുകയായിരുന്നു നാടകത്തിന് പോകാൻ. എന്ത്? ഞാൻ അവളോട് അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു. അവൾക്ക് പേടിയാണെന്ന് പറഞ്ഞു. അവിടെ തന്നെ നിൽക്കുകയാ. ഓഹോ, അപ്പൊ നിനക്കാണ് അവളെ നാടകത്തിൽ അയക്കാൻ താല്പര്യം അല്ലേ? ഏയ്, അങ്ങനെയല്ല. തീരുമാനം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു. പക്ഷെ നിങ്ങൾ പപ്പിക്കും. പപ്പി ഇവിടെ വാ, വേഗം. എന്താ എന്താ അച്ഛാ? ഞാൻ കേട്ടത് ശരിയാണോ? അത് ഞാൻ പപ്പി, ഞാൻ അവരോട് പറഞ്ഞു നീ നാടകത്തിൽ പങ്കെടുക്കില്ലെന്ന്. അവരുടെ കൂട്ട് ശരിയാവില്ല, മനസ്സിലായല്ലോ? പക്ഷേ ഷോട്ടും തീരുമാനത്തിൽ ഉറച്ചാണ്. അവൻ ഗുണ്ടയല്ലേ, അവൻ എന്തും പറയാമല്ലോ. പക്ഷെ അച്ഛാ, എനിക്ക് നാടകത്തിൽ പങ്കെടുക്കാൻ കൊതിയാകുന്നു. ഞാൻ അഭിനയിച്ചോട്ടെ, പ്ലീസ് അച്ഛാ. വേണ്ട വേണ്ട, ഒരിക്കലും നടക്കില്ലത്. പ്ലീസ് അച്ഛാ, പ്ലീസ്. ഇളയ ഓമന മകളുടെ പ്ലീസിന് മുമ്പിൽ ഹർഷിതിന് മുട്ടുമടക്കേണ്ടി വന്നു. പപ്പി നാടകം ചെയ്തു. വീട്ടിൽ വെച്ച് റിഹേഴ്സലുകളും നടന്നു. ഹർഷിത് സഹകരിച്ചില്ല. പക്ഷേ നാടകം നടന്നു. നാടകത്തിന് ശേഷം ഹർഷിതിനും ഉനിമയ്ക്കും അനേകം പ്രശംസാ വാക്കുകൾ ലഭിച്ചു. പപ്പിയുടെ സന്തോഷം കണ്ട് അവരും മനസാല സന്തോഷിച്ചു. പുറമെ പ്രകടിപ്പിച്ചില്ല. ഷോട്ടുവിനോടുള്ള ദേഷ്യത്തിലും കുറവ് സംഭവിച്ചില്ല. ബാഗ് ബസാറിലെ ദിവസങ്ങൾ പഴയതുപോലെ തന്നെ കടന്നുപോയി. ഹലോ. ഓ, സനദോ, ഹൗ ആർ യു? നാച്ചുറലി. നമ്മുടെ അവസ്ഥ പഴയ തന്നെ സനദേ. ഗുഡ് ന്യൂസ്? എന്ത് ഗുഡ് ന്യൂസ്? എന്താ ഇന്ദ്രപുരിയിലോ? നീ ഈ കിഴവനെയും കിഴവിയെയും വെറുതെ പറഞ്ഞ് കൊതിപ്പിക്കുകയാണോ? എന്ത്? സെക്ടർ 4 A ബ്ലോക്ക്? എത്രയാ വില? ഈ വിലക്ക് ഇന്ദ്രപുരിയിലോ? സനത്, നീ സത്യമാണോടാ പറയുന്നത്? ഓക്കെ ഓക്കെ, ചെക്ക് പേയ്മെന്റ്. ഓക്കെ, അതെ, നീ പറയുന്ന വിശ്വസിക്കാമല്ലോ. ഇവിടെ വിറ്റ് കിട്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ല ഇല്ല ഇല്ല, ലോണോ? ഈ പ്രായത്തിൽ നമുക്ക് ആര് ലോണ് തരാൻ? നമുക്കതിന് ഉദ്ദേശവും ഇല്ല. ഇപ്പോ പണ്ടത്തെക്കാൾ ഇന്ദ്രപുരി പുരോഗമിച്ചു അല്ലേ? അവിടുത്തെ മാനേജ്മെന്റ് കമ്മിറ്റി നന്നായി വർക്ക് ചെയ്യും. അതാ. അപ്പോ സരദേ, ഉനിമയുമായി സംസാരിച്ചിട്ട് ഐ വിൽ കോൾ യു ബാക്ക്. വേഗം വേണം. ഉനിമ വന്നെന്ന് തോന്നുന്നു. യെസ്, വെരി സൂൺ, വെരി സൂൺ. താങ്ക് യു, ബൈ. ഓ, വീട്ടിൽ വന്ന് കയറുമ്പോ എത്ര ആശ്വാസമാണ്. എന്തൊരു തിരക്കാണ് പുറത്ത്. വെള്ളം വേണോ? ഏയ്, എന്താ ഇത്ര സന്തോഷം മുഖത്ത്? ഏതെങ്കിലും ഇംഗ്ലീഷ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ഇല്ല ഇല്ല. അതിലല്ലേ ഭാര്യ ഭർത്താക്കന്മാർ ആഴ്ചയിൽ 2 തവണയെങ്കിലും 1 ഇഞ്ച് ചിരിയോടെ ഐ ലവ് യു പറയുന്നത്? ഒന്ന് പോടോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വാണിയുടെ വാക്ചാതുര്യത്തിൽ ഞാൻ വീണു എന്ന്, അല്ലേ? വാണി ബാഗ് ബസാറിലെ ആകാശവാണി. എല്ലാ വാർത്തകളുടെയും ഊഹാപോഹങ്ങളുടെയും മൊബൈൽ സ്റ്റേഷൻ അല്ലേ? പിന്നെ അവൾ അന്ന് പറഞ്ഞത് ശരിയാണ് കേട്ടോ. എന്ത്? ഞാൻ ഇന്ന് ഗുഗ സാറിന്റെ വീട്ടിൽ പോയിരുന്നു. വാണി അന്ന് റൂമയുടെ കാര്യം പറഞ്ഞില്ലേ? റൂമ? ഗുഗ സാറിന്റെ മോൾ റൂമ. ഓ, ആ കൊച്ചിന് ഏതോ പയ്യനുമായി ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഗുഹ സാറും അപർണയും ഒത്തിരി എതിർത്തു. പക്ഷെ ഇപ്പോൾ അവർ കല്യാണത്തിന് സമ്മതം മൂളിയിരിക്കുകയാണ് കേട്ടോ. ഞാനിന്ന് അവിടെ പോയത് നന്നായി. 2 ആളെയും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. നമുക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോ ആകാശവാണിയിലെ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞല്ലോ. ബൈ ദ വേ, എന്റെ ചിരി ഇംഗ്ലീഷ് ചിരിയല്ല കേട്ടോ, തികച്ചും ജെനുവിനാണ്. ഓ, ഈ ബാഗ് ബസാറിൽ താമസിക്കുമ്പോ എന്താ ഇത്ര ആസ്വദിച്ച് ചിരിക്കാൻ? ഉണ്ട്. ഇതെങ്ങനെ ഒളിച്ചു വെക്കാൻ കഴിയും? കാര്യം ബാഗ് ബസാറിന് പുറത്തുള്ളതാ. നീ സുല്ലിട് എന്നാ പറയാം. ഓ, ചുക്കിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വിശേഷം? ഏയ് അല്ലടോ, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. നീ ഇപ്പോഴും അവളെ ചുട്ക്കി ചുട്ക്കി എന്ന് തന്നെയാ വിളിക്കുന്നത് അല്ലേ? ശരി, പിന്നെ കാര്യം പറയേ. നീ സുല്ലിടോനുമാ. ഓ,
എന്താ ഇത് കുട്ടികളെ പോലെ സുല്ലിട് സുല്ലിട് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സന്തോഷം കണ്ടാൽ തോന്നും. എന്ത് തോന്നും? വേണ്ട, എന്തിനാ വെറുതെ ഓരോന്ന് ആഗ്രഹിക്കുന്നത്? എന്നാലും നീ ഒന്ന് പറ, എന്താ നീ വിചാരിക്കുന്നത്? വലിയ സൗകര്യമുള്ളൊരു വീട്, അത് കണ്ടുപിടിച്ച പോലെയല്ലേ നിങ്ങൾ സന്തോഷിക്കുന്നത്? എക്സാക്ട്ലി. എന്ത്? ഇന്ദ്രപുരി ഹൗസിംഗ് എസ്റ്റേറ്റ്. ഹൗസിംഗ് എസ്റ്റേറ്റ്. സെക്ടർ 4 A ബ്ലോക്ക് ഒരു ഫ്ലാറ്റ് കാലിയാണ്. A31 അതും വിൽപ്പനയ്ക്ക്. ഞാൻ മുമ്പ് കുറെ കോളനികളിലെ ഫ്ലാറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അതൊക്കെ അല്ല, ഇപ്പോ സനത് വിളിച്ചിരുന്നു. ആ ഫ്ലാറ്റിന്റെ ഓണർ ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് അവൻ പറഞ്ഞു. സർവീസിലാണ്, ജെനുവിൻ ബയറിന് തന്നെ കൊടുക്കണമെന്ന് അവർക്ക് നിർബന്ധമാണ്. ചെക്ക് പേയ്മെന്റ് എത്രയും പെട്ടെന്ന് അവരുമായി സംസാരിക്കണമെന്നാണ് സനത്ത് പറഞ്ഞത്. അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുമെന്ന് തോന്നുന്നു. സത്യമാണോ പറയുന്നത്? ആ, എന്റെ ശരിക്കുള്ള പേര് സത്യവാൻ ഹരിശ്ചന്ദ്രൻ എന്നാണ്. അത് ചുരുങ്ങിയാണ് ഹർഷിത്ത് എന്നായി മാറിയത്. സത്യം, ഒനിമയാണ് സത്യം. നമുക്കൊന്നു പോയി നോക്കിയാലോ, എന്നിട്ട് തീരുമാനിച്ചാൽ പോരെ? ഈ ആറ്റിറ്റ്യൂഡ് പറ്റില്ല. സനത് ആ ഓണറുടെ കസിനെ വിളിച്ച് ഏർപ്പാട് ചെയ്യും. നമുക്കിഷ്ടമായാൽ അവിടെ വെച്ച് ഡിസൈഡ് ചെയ്ത് അപ്പൊ തന്നെ അഡ്വാൻസ് കൊടുക്കണം. ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കണം. എന്താ വേണ്ടതെന്ന് ആലോചിക്കേ. കഴിഞ്ഞ 20 വർഷമായിട്ട് ആലോചിക്കുകയല്ലേ, ഇനി പുതിയതായിട്ട് എന്താ? അപ്പോ ഒനിമ, ഞാൻ സനതിനെ വിളിച്ച് പറയട്ടെ. ഹലോ സനത്. ഞാൻ ഉനിമയുമായി സംസാരിച്ചു. ഷീസ് എക്സൈറ്റഡ്. നമുക്ക് സനതിനെ പൂർണ്ണമായി വിശ്വാസമാണ്, സംശയിക്കണ്ട. നാളെ രാവിലെ 10 മണിക്ക് വരാൻ നോക്ക്. എന്താ, ഇന്ദ്രപുരി അമേരിക്കയിലൊന്നും അല്ലല്ലോ. ഓക്കെ, വൈകിട്ട് 6 മണിക്ക്. ബൈ ദ വേ, താങ്ക് യു വെരി മച്ച്. ഉനിമ, ഒന്ന് വേഗം. ഇത്രയ്ക്ക് ഒരുങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പുതിയ വീട്ടിൽ പോയി ഒരുങ്ങാം. നീ വേഗം. പുതിയ വീട് ഒന്നും ഉറപ്പിക്കാതെ സ്വപ്നം കാണുകയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഇതാ റെഡി. അല്ല, ആരാ ഇത്? എത്ര ദിവസമായി നീ ഇങ്ങനെ ഒരു പട്ടുസാരി ഉടുത്ത് കണ്ടിട്ട്? സുന്ദരിയായിരിക്കുന്നു കേട്ടോ. മുഖസ്തുതിയൊന്നും വേണ്ട. ഒരു മിനിറ്റ്, ഒരു ബോട്ടിൽ വെള്ളം എടുത്തോട്ടെ. ഇങ്ങനെയാണെങ്കിൽ ബാഗ് ബസാറ് മോശമൊന്നും അല്ല കേട്ടോ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ നേരത്തെ ഇങ്ങനെ അപശകുനം പിടിച്ച കാര്യങ്ങൾ പറയണ്ട. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? നീയും നമ്മുടെ മക്കളും ചേർന്ന് ഇത്രയും വർഷങ്ങൾ ഇവിടെ കഴിഞ്ഞു. ആ സന്തോഷത്തിൽ, ആ സുഖത്തിൽ പുറത്തെ വലിയ കോലാഹലങ്ങളൊക്കെ മുങ്ങിപ്പോവുകയായിരുന്നില്ലേ? എന്നാൽ പിന്നെ ഇന്ദ്രപുരിയിൽ എന്തിനാ പോകുന്നത്? ഇവിടെ തന്നെ അങ്ങ് കഴിഞ്ഞാൽ പോരെ? അയ്യോ, ഞാൻ വെറുതെ ഒരു താങ്ക് യു സ്പീച്ച് നടത്തിയതല്ലേ. സത്യം പറഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച ഈ തെരുവിൽ നിന്ന് ഇറങ്ങി ഓടാൻ പോവുകയാണ് നാം. എന്നാൽ നമുക്ക് ഇറങ്ങാം. വേഗം വാ. അങ്കിൾ, ആന്റി എവിടെ പോകുന്നു? സ്വർഗത്തിലേക്ക് പോകുന്നു. എന്താ? ഞങ്ങൾ എവിടെ പോകുന്നു, വരുന്നു എന്നൊക്കെ നിന്നോട് പറയാൻ നീ ഇവിടെ ചട്ടം കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ പൂജയ്ക്കുള്ള പിരിവിന്. അതിപ്പോ തന്നെ വേണം. പിന്നെ എനിക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ആന്റിയുടെ സാരി അടിപൊളിയായിട്ടുണ്ട്. എവിടെയാ പോകുന്നത് രണ്ടാളും കൂടി? ഇപ്പൊ കാശൊന്നുമില്ല, തിരിച്ചു വന്നിട്ട് തരാം. ഓക്കെ, നാളെ രാവിലെ ഞാൻ വരാം. 250 രൂപയാണേ. അങ്കിൾ 200 രൂപ തന്നാ മതി. നാടകവും ഉണ്ട്. പപ്പി ചേച്ചി ഓർത്ത് 50 രൂപ ഡിസ്കൗണ്ട്. വളരെ നന്ദി. ഡിസ്കൗണ്ട് ചെയ്തല്ലോ. പപ്പി ചേച്ചി പോലും അവളുടെ മുന്നിൽ എപ്പോഴും ചുൾക്കേ എന്ന് വിളിച്ച് കളിയാക്കും. അതങ്ങനെയാ ആന്റി. 2 മക്കളുടെ അമ്മയായാലും അവളെ ഞാൻ ചുക്കി എന്ന് തന്നെ വിളിക്കും. ചെല്ല്. എന്റെ ഉനിമ, അവൻ വന്ന് നിന്നപ്പോ കറുത്ത പൂച്ച കുറുകച്ചാടിയ പോലെ തോന്നി. നിങ്ങൾ എന്ന് മുതലാ ഈ ശകുനത്തിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയത്? അവന്റെ ബൈക്ക് ദൂരേക്ക് പോയപ്പോ ശരീരത്തിൽ നിന്നൊരു മുള്ളെടുത്ത് കളഞ്ഞത് പോലെയാ തോന്നിയത്. വാ, നമുക്കൊരു ടാക്സി പിടിക്കാം. ഗാർഡ്, സെക്ടർ 4 A ബ്ലോക്ക് എവിടെയാ? ഈ വഴി നേരെ പോയി പാർക്ക് തീരുന്നിടത്ത് നിന്നും ലെഫ്റ്റ്, പിന്നെ ആദ്യത്തെ റൈറ്റ്. അത് കഴിഞ്ഞ് ലെഫ്റ്റിൽ A ബ്ലോക്ക്. നമ്പർ എത്രയാ? 31. മാധു സാറിന്റെയോ? അവർ അവിടെ നിന്ന് പോയല്ലോ. അതെ, ഞങ്ങളാണത് വാങ്ങാൻ പോകുന്നത്. നിങ്ങൾ വാങ്ങാൻ പോകുകയാണോ? അതെ,
എന്താ? അല്ല, ഒന്നുമില്ല. ഒരു സാർ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവിടെ. ഡ്രൈവർ, ടാക്സി അകത്തേക്കെടുക്ക്. പറ്റില്ല സാർ, ഇന്ദ്രപുരിയിൽ ടാക്സി വിടാനുള്ള പെർമിഷൻ ഇല്ല, എമർജൻസി അല്ലാതെ. ഓക്കെ ഓക്കെ, ഒനിമ ഇവിടെ ഇറങ്ങും, നമുക്ക് നടക്കാം. ഒന്ന് നിൽക്കണേ സാർ. സാറിന്റെ പേര്? എന്റെ പേര് ഹർഷിത് ചഡ്രാജ്. സാർ, ഒരു കാര്യം കൂടി. ഇനിയെന്താ? ഇതാ അഡ്മിഷൻ സ്ലിപ്പ്, സൂക്ഷിച്ചു വെച്ചോളൂ. തിരിച്ചു വരുമ്പോ എന്നെ ഏൽപ്പിക്കണം. അഡ്മിഷൻ സ്ലിപ്പോ? ഇതെന്തിനാ? ഇന്ദ്രപുരിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ്. ഞങ്ങളെന്താ ടെററിസ്റ്റോ മറ്റോ ആണോ? എന്ത് ചെയ്യാനാ സാർ, ഇതെല്ലാം ബ്രിഗേഡിയർ സാർ പറഞ്ഞിട്ടാണ്. കേട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. ഞാനാണ് ഉത്തരം പറയേണ്ടത്. കൊള്ളാം കൊള്ളാം. സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ലേ? ഇതൊക്കെ നല്ലത് തന്നെ. നമ്മുടെ കയ്യിൽ എന്ത് നിധിയാ ഉള്ളത് സെക്യൂരിറ്റി റിസ്ക് ആയിട്ട്? ദേ ഇങ്ങോട്ട് നോക്കിയേ, എന്തെല്ലാം പുതിയ മോഡൽ കാറുകൾ. എല്ലാവരും പണക്കാരായിരിക്കും. പോവാൻ പറ. വെൽ മെയിൻറ്റൻ പാർക്ക് ആണല്ലോ. ചുമ്മാതല്ല ഇന്ദ്രപുരി ഇത്ര പോപ്പുലർ. പക്ഷെ ചുറ്റിലും കുറച്ച് വേപ്പ് മരമോ മറ്റോ കൂടി വേണമായിരുന്നു. ആഹാ, ഇവിടെ മുതൽ ലൈറ്റ്. ചെടികളെ നോക്കൂ, എത്ര കളർഫുൾ പൂക്കളാണ്. ആഹാ, സ്കൂൾ കുട്ടികൾ യൂണിഫോം ഇട്ട് മാർച്ച് ചെയ്യുന്നത് പോലെ അല്ലേ? എടോ, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ മൂലയിലെ ബിൽഡിംഗ് ICI കമ്മ്യൂണിറ്റി സെന്റർ. ദേ ഇവിടെ നോക്കൂ, ജിമ്മ്, ബാഡ്മിന്റൺ കോർട്ട്, ക്ലബ്ബ്. എന്റെ അമ്മേ, ഒരു മൾട്ടി സ്റ്റാർ ഫിലിം പോലെ. റൈറ്റിൽ, ഇനി നേരെ. റോഡിന്റെ ഭംഗി നോക്കൂ, എത്ര വൃത്തിയാണ്. എത്ര ശാന്തവുമാണ്. പക്ഷേ മ്യൂസിക് റൂമിന്റെ ബോർഡൊന്നും കണ്ടില്ലല്ലോ ഇതുവരെ. അതെ, ശരിയാ. ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന് ശാന്തമായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം, അല്ലടോ? ഇപ്പോഴേ വേണ്ട കേട്ടോ. അങ്ങനെ അവർ വീട് കണ്ടു. ഓരോ അഭിപ്രായങ്ങൾ പരസ്പരം പറഞ്ഞു. ഈ മുറിയുടെ വാതിൽ രണ്ടു വശത്തു നിന്നും തുറക്കാം, അല്ലേ? പുറത്തുനിന്ന് ആകാശം നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ. നമുക്കേ എന്നും രാവിലെ പാട്ടൊക്കെ കേട്ട് പത്രവും വായിച്ച് വളരെ ശാന്തമായി ബാൽക്കണിയിൽ ഇരിക്കാം, അല്ലേടോ? ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോ അവർ കാറിലിരുന്ന് കാറ്റിനോട് കിന്നാരം പറയുകയായിരുന്നു. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയായി. നന്ദി പറയേണ്ടത് സനദിനോടാണ്. അവൻ ശരിയായ സമയത്ത് ഇടപെട്ടത് കൊണ്ടല്ലേ എല്ലാം ഓക്കെ ആയത്. ശരിക്കും ഇൻട്രസ്റ്റിംഗ് മാറ്റർ. ഇന്ദ്രപുരിയിൽ വീട് വെക്കാൻ നിങ്ങൾ സനദിനെ സഹായിച്ചു. അതുപോലെ ഇന്ദ്രപുരിയിൽ വീട് വാങ്ങാൻ സനദ് നിങ്ങളെയും സഹായിച്ചു. ഞാൻ അവന്റെ ലോൺ റീപേയ്മെന്റിന്റെ സ്റ്റാമ്പ് പേപ്പറിൽ സെക്യൂരിറ്റി നിന്നു, അല്ലാതെ വിശേഷിച്ച് വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ലോൺ എടുത്തിരുന്നെങ്കിൽ, അല്ല, നമ്മുടെ മക്കളെ കെട്ടിച്ചയക്കണമായിരുന്നല്ലോ. നമുക്കിനി അല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. നീ പറ, എപ്പോ പ്രമാണം ചെയ്യണം? പൂജ വയ്പ് കഴിഞ്ഞു മതിയോ? പൂജയ്ക്ക് ഇനിയും 2 മാസം കൂടിയുണ്ട്. അത് സാധനങ്ങളൊക്കെ പതുക്കെ ഒതുക്കിയിട്ട് പ്രമാണം ചെയ്താ പോരെ? സാധനങ്ങൾ അതിനു മാത്രം എന്താ ഉള്ളത്? തീരെ പഴയതൊക്കെ ഇവിടെ തന്നെ കിടന്നോട്ടെ. അങ്ങനെയാവുമ്പോ ഒറ്റ ട്രിപ്പ് മതിയാവും. ഇവിടെ ഉള്ളവരോടൊക്കെ എന്ത് പറയും നമ്മൾ? അറിഞ്ഞാൽ അവിടെയും എത്തും ബഹളത്തിന്. പറയാതിരുന്നാൽ എങ്ങനെയാ? അവിടെ ആരും വരില്ല. ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ ആർക്കാ നേരം? അതിന് പ്രമാണം ചെയ്ത കാര്യം വാണിയോട് പറഞ്ഞാൽ മാത്രം മതി. അവൾ ഈ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തോളും. പിറ്റേ ദിവസം തന്നെ എല്ലാവരും അറിഞ്ഞോളും. നോക്കൂ, നമ്മൾ അവിടെ ഒറ്റയ്ക്ക് സന്തോഷിക്കുന്നത് ശരിയാണോ? സുനിതയും അനിതയും മക്കളും കൂടി വന്നാൽ പാർക്കിലേക്ക് കൊണ്ടുപോകാം. ഞാൻ അവർക്ക് ചെടികളുടെയും പക്ഷികളുടെയും കഥ പറഞ്ഞു കൊടുക്കും, എന്റെ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പോലെ. കുട്ടികൾക്ക് ഇവിടുത്തെ ബാലുവിന്റെ ഐസ്ക്രീം വലിയ ഇഷ്ടമാണ്. നമുക്ക് അവരോട് പറയാം, ഇന്ദ്രപുരിയിൽ വരുമ്പോ ബാലുവിന്റെ സ്പെഷ്യൽ ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവരാം, അല്ലേ? ഇവിടെ നിന്നും വാങ്ങി അവിടെ എത്തുമ്പോ വെറും പാല് മാത്രമായിരിക്കും ബാക്കി. ശരിയാണ്. ഇന്ദ്രപുരി ഇവിടെ നിന്നും ഇത്തിരി ദൂരത്താണല്ലോ. മതി സ്വപ്നം കണ്ടത്. കുറേ ആയി. വീടെത്താറായി. നോക്കൂ, നമുക്കുടനെ പ്രമാണം ചെയ്യാം. കാത്തിരുന്നിട്ട് എന്ത് പ്രയോജനം? അപ്പോ നമുക്ക് ഇവിടെ ഇറങ്ങിയാലോ? ബാലുവിന്റെ ഐസ്ക്രീമും കഴിച്ച് മുറുക്കാനും ചവച്ച് വീട്ടിലേക്ക് പോകാല്ലേ? എക്സാക്ട്ലി. നിനക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലായി? നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചെറുതും വലുതുമായ സന്തോഷങ്ങൾ ഇങ്ങനെയല്ലേ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്? എന്നാ ശരി, ഡ്രൈവർ ഇവിടെ നിർത്തും.
പിറ്റേന്ന് ഹർഷിത് ഇന്ദ്രപുരിയുടെ ഓഫീസിൽ കോൺട്രാക്ട് ഉറപ്പിക്കാൻ പോയപ്പോൾ അവിടുത്തെ സെക്രട്ടറി ബ്രിഗേഡിയർ ഉപമന്യു ഷിക്ധറിനെ കണ്ടു. അയാൾ ഹർഷിതിന് കൈകൊടുത്ത് വെൽക്കം ടു ഇന്ദ്രപുരി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ ഹർഷിത് ചട്രാജ്, ഈ ബുക്ക്ലെറ്റ് താങ്കൾക്ക് ഇന്ദ്രപുരിയുടെ എല്ലാ ഇൻഫർമേഷൻസും നൽകും. ഡോക്ടർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻസ് തുടങ്ങിയവരുടെ ഫോൺ നമ്പറുകൾ ആൻഡ് മെനി അതർ ഡീറ്റെയിൽസ്. ഞാൻ ആത്മപ്രശംസ നടത്തുകയാണ് എന്ന് വിചാരിക്കരുത്. ഞാൻ എല്ലാ കാര്യത്തിലും അതിൻ്റെതായ ഡിസിപ്ലിൻ വെച്ച് പുലർത്താറുണ്ട്. ബ്രിഗേഡിയർ എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് എന്തിനാ ഇനി ബുക്ക്ലെറ്റ് വായിച്ചു നോക്കുന്നത് എന്നുപോലും ഹർഷിതിന് തോന്നി. പിറ്റേ ദിവസം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് യാത്ര പറയേണ്ടവരോടൊക്കെ യാത്ര പറഞ്ഞു. കുറെ പേർ ആശംസാ വാക്കുകൾ ചൊരിഞ്ഞു. പ്രായം ചെന്ന ചിലർ പറഞ്ഞു, എന്തിനാ ഈ പ്രായത്തിൽ ഇത്രയും ദൂരത്ത്? ഹർഷിത് ഇതിനിടയിൽ ടെന്റിന്റെയും കാറ്ററിംഗിന്റെയും കോൺട്രാക്ടർ ആശിഷിനെയും കണ്ടു. സാർ, എന്തായി കേൾക്കുന്നത്? ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണോ? ഏയ് ആശിഷ്, ദൂരെയൊന്നുമല്ലല്ലോ, ഈ സിറ്റിയിൽ തന്നെയല്ലേ? സിറ്റിയൊക്കെ ഒന്ന് തന്നെ, പക്ഷേ ബാഗ് ബാസാറും ഇന്ദ്രപുരിയും രണ്ടും രണ്ട് ലോകമല്ലേ. അവിടെ ചെന്ന് ഞങ്ങളെയൊക്കെ മറക്കുവോ? ആശിഷ്, എന്താ ഇത്? എന്റെ 3 മക്കളുടെയും കല്യാണം ആർഭാടത്തോടെ നടത്താൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്ത് സഹായിച്ചത് നിങ്ങളല്ലേ. ഞാൻ എങ്ങനെയാ അതൊക്കെ മറക്കുന്നത്? സാറിന്റെ മക്കൾ ഞങ്ങൾക്കും പ്രിയപ്പെട്ടവരല്ലേ. ശരി സാർ, ഇതാ എന്റെ കാർഡ്. ബാഗ് ബാസാറിനെ ഒരിക്കലും മറക്കരുത്. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ വിളിക്കാനും മടിക്കരുത്. താങ്ക് യു. ഞങ്ങൾ ഇന്ദ്രപുരിയിൽ ഒരു പാലുകാച്ചൽ ചടങ്ങ് വിചാരിക്കുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ ചെയ്യാൻ ആശിഷ് തന്നെ വരണം. തീർച്ചയായും. ഞാനില്ലാതെ അങ്ങയുടെ വീട്ടിൽ എന്ത് ചടങ്ങാ? അങ്ങനെ ഹർഷിതും ഒനിമയും ഇന്ദ്രപുരിയിലേക്ക് താമസം മാറി. സാധനങ്ങൾ പെറുക്കി വെക്കുമ്പോൾ വീടെങ്ങനെ അലങ്കരിക്കും, പാലുകാച്ചൽ ചടങ്ങ് എങ്ങനെ സംഘടിപ്പിക്കും, ഇതൊക്കെയായിരുന്നു രണ്ടാളുടെയും ചിന്ത. ഒടുവിൽ സനദിനെ വിളിച്ചു വരുത്തി. സനത്, ഒരു കപ്പ് ചായ കൂടി. അയ്യോ വേണ്ട ആന്റി, ഞാൻ ഒരു കപ്പ് ചായ മാത്രമേ കുടിക്കൂ. എന്നാൽ പിന്നെ നീലിമയ്ക്ക് വേണ്ടി ഒരു കപ്പ് കൂടി. വേണ്ടാഞ്ഞിട്ടാ. താങ്ക്സ്. നീലിമയെ അന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, ഇന്ന് വന്നതുമില്ല. അവൾക്ക് വലിയ ജോലി തിരക്കാണ് ആന്റി. മിക്കവാറും ഒഫീഷ്യൽ ടൂറിലായിരിക്കും. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ എപ്പോഴും ബിസി. മക്കൾ ബോർഡിങ്ങിലും. പിന്നെ ജീവിതം നിങ്ങൾ എപ്പോഴാ ആസ്വദിക്കുന്നത്? എന്തു ചെയ്യാനാ അങ്കിൾ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിപ്പോയി. ലോൺ, ബോർഡിംഗ്, സ്കൂൾ ഫീസ്, ക്ലബ് മെമ്പർഷിപ്പ്, അങ്ങനെ എന്തെല്ലാം. അങ്കിളിനെ പോലെ റിട്ടയർ ജീവിതം കൊതിച്ചിരിക്കുകയാണ് ഞങ്ങളും. ഒന്ന് വിശ്രമിക്കാമല്ലോ. ഓ, ഇറ്റ്സ് നിയർലി 5. ഞാൻ ഇറങ്ങട്ടെ. അങ്കിൾ ഓഫീസിൽ പോയി പാലുകാച്ചൽ ചടങ്ങിന്റെ അറേഞ്ച്മെന്റ് ചെയ്തോളൂ. 5:30 ഓഫീസ് അടയ്ക്കും, അതിനുമുമ്പ് പൊയ്ക്കോളൂ. അപ്പൊ നമുക്ക് ഒരുമിച്ചിറങ്ങിയാലോ? ഓക്കെ അങ്കിൾ, ഇവിടെ എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. ഓഫീസിൽ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. അല്ല, ഞാൻ വിചാരിക്കുകയായിരുന്നു പേഴ്സണൽ ഗസ്റ്റുകളെ കൂടാതെ ഇവിടെ അടുത്തുള്ള ബ്ലോക്കിലുള്ളവരെ കൂടി ക്ഷണിച്ചാലോ എന്ന്. ഇവിടെ അയൽവക്കത്തുള്ളവരെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഒത്തുചേരലും മറ്റും ഇവർക്ക് ദഹിക്കില്ലെന്ന്. എന്റെ അഭിപ്രായത്തിൽ ആസ് എ ഫോർമാലിറ്റി ഇൻവിറ്റേഷൻ ബാക്കി ബ്ലോക്കിലുള്ളവർക്കും കൊടുക്കണം. വളരെ കുറച്ചുപേർ മാത്രമേ വരികയുള്ളൂ. എങ്കിലും അതുകൊണ്ട് ഞങ്ങൾ ഫംഗ്ഷൻ വീക്കെൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയുള്ളവർ വീക്കെൻഡിലാണ് കൂടുതൽ ബിസിയാകുന്നതെങ്കിൽ. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. സീ യു. ഇനി വരുമ്പോ നീലിമയെ ഒപ്പം കൂട്ടണം. ഓക്കെ, ഷുവർ. പാലുകാച്ചലിന് വരാം. വരട്ടെങ്കിൽ. ബൈ. ഒനിമ, അപ്പൊ നമുക്ക് ഇന്ദ്രപുരി ഓഫീസിൽ പോയാലോ? നിങ്ങൾ പോയിട്ട് വരൂ. എനിക്കിവിടെ ചെറിയ പണിയുണ്ട്. കുറച്ച് ചെടികളുടെയൊക്കെ ലിസ്റ്റ് എഴുതാനുണ്ട്. നാളെ നഴ്സറിയിൽ പോണം. ഓക്കെ, എന്നാ ശരി. മിസ്റ്റർ ഹർഷിത് ചട്രാജ്, വെൽക്കം. ഇരിക്കൂ. താങ്ക് യു. ഞാൻ ഗൃഹപ്രവേശത്തിന്റെ കാര്യം പറയാൻ വന്നതാണ്. ബ്രിഗേഡിയർ സാർ പറഞ്ഞിരുന്നു. ആ സെക്ടറിൽ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നോ പ്രോബ്ലം. സൈൻ ചെയ്ത ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തന്നാൽ മതി. ഫോട്ടോ കോപ്പി അയച്ചു കൊടുക്കാം. ഇതാ. എല്ലാവരുടെ പേരും അഡ്രസ്സും കമ്പ്യൂട്ടറിലുണ്ട്. എല്ലാവർക്കും കവറിലിട്ട് പോസ്റ്റ് ചെയ്യാം. ഇന്ദ്രപുരിയിൽ എല്ലാത്തിനും പെർഫെക്റ്റ് സജ്ജീകരണമാണ്. പോസ്റ്റ് ചെയ്യാനോ? ഇതിനുള്ളിലോ? പിന്നല്ലാതെ. ഓരോരുത്തരുടെയും വീട്ടിൽ പോയി ക്ഷണിക്കാൻ ആർക്കാ നേരം? പക്ഷേ കുറെ പേർക്കെങ്കിലും ഒരു പേഴ്സണൽ ടച്ച് കൊടുക്കണ്ടേ? താങ്കൾ ഇവിടെ പുതിയതാണ്. ഇവിടെ ആരും ആരുടെയും പ്രൈവസി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല.
സ്റ്റാമ്പ് ഓഫീസിൽ നിന്ന് എടുക്കും. താങ്കളുടെ ബില്ലിൽ ആഡ് ചെയ്തോളും. ഓ പക്ഷേ ഇതെന്താ ഈ ഇൻവിറ്റേഷനിൽ വെന്യൂ വെച്ചിരിക്കുന്നത് താങ്കളുടെ ഫ്ലാറ്റ് ആണല്ലോ? ആ അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. ഗൃഹപ്രവേശമല്ലേ ചങ്ങാതി, അപ്പോ അങ്ങനെയല്ലേ വേണ്ടത്. പക്ഷേ ഇവിടുത്തെ റൂൾ അനുസരിച്ച് എല്ലാ ഫംഗ്ഷനും കമ്മ്യൂണിറ്റി ഹാളിലാണ് നടക്കുന്നത്. അയ്യോ പക്ഷേ ഇതൊരു പേഴ്സണൽ ഫംഗ്ഷൻ അല്ലേ? ഇത് കണ്ടോ, രജിസ്റ്ററിൽ അന്ന് കമ്മ്യൂണിറ്റി ഹാൾ താങ്കളുടെ ബ്ലോക്കിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബ്രിഗേഡിയർ സാർ പ്രത്യേകം പറഞ്ഞതാണ്, ഇവിടെ എല്ലാം ഫിക്സഡ് ആണ്. താങ്കൾ ക്യാഷ് പേ ചെയ്യൂ. ആ ബ്രിഗേഡിയർ സാർ വന്നല്ലോ. ഗുഡ് ഈവനിങ് മിസ്റ്റർ ഹർഷിത് ചട്രാജ്. താങ്കൾ കമ്മ്യൂണിറ്റി ഹാൾ ബുക്ക് ചെയ്തല്ലോ അല്ലേ? ചെയ്തിട്ടുണ്ട് സാർ. ഇതാ നോക്കൂ. ഗുഡ് ഈവനിങ് മിസ്റ്റർ ശിക്തർ. ഗൃഹപ്രവേശം വീട്ടിൽ വെച്ചല്ലേ നടത്തേണ്ടത്? ഞാൻ ആലോചിക്കുകയായിരുന്നു. മിസ്റ്റർ ഹർഷിത്, തുടക്കത്തിൽ ഇവിടെ ചിലരൊക്കെ വീടുകൾ വെച്ച് ഫംഗ്ഷൻ നടത്തിയിരുന്നു. പക്ഷെ പലരും ഈ ബഹളത്തിൽ ഡിസ്റ്റർബ്ഡായി എന്നോട് പരാതി പറഞ്ഞിരുന്നു. ഓഹോ, അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു പുതിയ റൂൾ ഉണ്ടാക്കിയത്. ഐ തിങ്ക് യു ആർ നോട്ട് ലുക്കിംഗ് സോ ഹാപ്പി. അതല്ല, ഗൃഹപ്രവേശത്തിന്റെ ഇമേജ് എന്റെ മനസ്സിൽ തികച്ചും വ്യത്യസ്തമായിരുന്നു. വൈഫും ഡിസപ്പോയിന്റഡ് ആകും. ബൈ ദ വേ ക്ലാർക്ക്, ആ റൂൾസ് ആൻഡ് റെഗുലേഷന്റെ ബുക്കിംഗ് എടുക്ക്. പിന്നെ ആ പേജ് തുറക്ക്. സർ 1 മിനിറ്റ്. അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് മാത്രമേ ഫംഗ്ഷൻ നടത്താവൂ എന്ന്. താങ്കൾ ഫംഗ്ഷൻ നടത്തൂ, അപ്പോ സ്വയം മനസ്സിലാവും എത്ര സൗകര്യമാണെന്ന്. കമ്മ്യൂണിറ്റി ഹാളിൽ താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് അലങ്കരിക്കാം. മിസ്റ്റർ ഹർഷദിന് നമ്മുടെ ഡെക്കറേറ്റേഴ്സിന്റെയും കാറ്ററേഴ്സിന്റെയും ഒക്കെ ആ പാനലിസ്റ്റ് കൊടുക്കൂ. ഞാനത് കൊടുക്കാൻ തുടങ്ങുകയായിരുന്നു. ഇതാ സർ. യു ക്യാൻ ചൂസ് എനി വൺ ഓഫ് ദം. താങ്കളുടെ ചോയ്സിൽ ഓഫീസ് ഇടപെടില്ല. യു ക്യാൻ ഡീൽ ദം ഡയറക്ട്ലി. മിസ്റ്റർ ശിക്തർ, എനിക്ക് വേറെ ഒരു കേറ്ററർ ഉണ്ട്, ആശിഷ്. എന്റെ 3 മക്കളുടെയും കല്യാണത്തിന് എല്ലാ അറേഞ്ച്മെന്റും ചെയ്തത് ആശിഷായിരുന്നു. ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഞാൻ അയാളോട് സംസാരിച്ചതുമാണ്. ബാഗ് ബസാറിലെ കാറ്ററാണോ? അതെ, ഈസ് വെരി ഗുഡ്. താങ്കൾ കണ്ടോളൂ. അയ്യോ, അതൊക്കെ താങ്കൾക്ക് വലിയ ബുദ്ധിമുട്ടായി വരും. മാത്രവുമല്ല, അയാൾക്ക് ഇന്ദ്രപുരിയിലെ ടേസ്റ്റ് ഒന്നും അറിയില്ല. ഡോണ്ട് വറി മിസ്റ്റർ ഹർഷിത്, നമ്മുടെ പാനലിൽ നിന്ന് ആരെങ്കിലും ചൂസ് ചെയ്തോളൂ. അവർക്കാവുമ്പോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ അറിയാം. വലിയ നിരാശനായിട്ടും ഹർഷിത് തന്റെ ഭാര്യയ്ക്ക് മുമ്പിൽ അത് പ്രകടിപ്പിച്ചില്ല. പക്ഷേ ഭർത്താവിന് നിരാശയുണ്ടെന്ന് പൊന്നുമയ്ക്ക് മനസ്സിലായിരുന്നു. അവരും ഒന്നും പ്രകടിപ്പിക്കാതെ പുറമേ സന്തോഷം ഭാവിച്ച് നടന്നു. അങ്ങനെ ഗൃഹപ്രവേശ ദിനമെത്തി. ഒനിമ, എത്ര മനോഹരമായാണ് നീ കോലമിട്ടത്. ഒനിമ, നീ കോലമിടുന്ന കാര്യമേ ഞാൻ മറന്നുപോയിരുന്നു. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായല്ലോ. വെരി ഗുഡ്. ഇവിടുത്തെ കേറ്ററേഴ്സ് ആൻഡ് ഡെക്കറേറ്റേഴ്സ് ആർ വെരി പ്രൊഫഷണൽ. പക്ഷേ നിന്റെ ഈ കോലത്തിന് മുന്നിൽ അവരൊന്നുമല്ല കേട്ടോ. അനിതയുടെ ഫോൺ ഉണ്ടായിരുന്നു. അവൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നല്ല സുഖമില്ലാന്ന്. ഓഹോ, ചിലപ്പോ വൈകിട്ട് വരുമായിരിക്കും. ഓഫ് കോഴ്സ്, ഷീ ഷുഡ് ടേക്ക് കെയർ ഓഫ് ഹെർസെൽഫ്. പക്ഷേ മാല വരുന്നുണ്ട് കേട്ടോ. സുനിതയോടും ജമായിയോടും ഒപ്പമായിരിക്കും അല്ലേ? അതെ അതെ, മാലയും നന്ദിയും കൂടി ചേർന്നാൽ നല്ല രസമായിരിക്കും. എന്തെങ്കിലും കുറവുണ്ടായാലും അവർ അത് നികത്തും. ഒരു മിനിറ്റ്, ഫോൺ ആരെന്ന് നോക്കട്ടെ. ഹലോ, സനതാണോ? എവിടെയാ? വേഗം പുറപ്പെടൂ. ഇന്ദ്രപുരിയിലെ നമ്മുടെ മേജർ ലിങ്ക് സനതാണ്. അങ്കിൾ, ഞാനും നീലിമയും ഇപ്പോഴും ഡൽഹി എയർപോർട്ടിൽ നിൽക്കുക. എന്ത് ഡൽഹി എയർപോർട്ടിലോ? ഞാനും നീലിമയും 2 ദിവസമായി ഡൽഹിയിലാ. അയ്യോ. രണ്ടുപേരും അവരവരുടെ ഓഫീസ് ആവശ്യത്തിന് വന്നതാ. ഇന്ന് വെളുപ്പിനെയുള്ള ഫ്ലൈറ്റിൽ ഗൃഹപ്രവേശ ചടങ്ങിന് വരാതിരുന്നതാ. പക്ഷെ എന്തിയാമെങ്കിൽ ഫ്ലൈറ്റ് ഡിലേഡ് ആണ്. ഇനിയിപ്പോ എപ്പോഴെത്തും സനത്? 1/2 മണിക്കൂർ കഴിഞ്ഞ് ടേക്ക് ഓഫ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഡിലേഡ് ഫ്ലൈറ്റിനെ കുറിച്ച് എന്ത് പറയാനെങ്കിൽ. കഷ്ടമായി പോയി. ഇന്ന് സനദിനെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. ഡോണ്ട് വറി അങ്കിൾ. എനിവേ, എന്റെയും നീലിമയുടെയും ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ അങ്കിൾ, ഓക്കെ. സീ യു. ബൈ ബൈ. സീ യു. എന്തു പറ്റി? സനദും നീലിമയും വരില്ല. അവർ ഡൽഹി എയർപോർട്ടിൽ ഹണിമൂൺ ആഘോഷിക്കുക. പോട്ടെ, ഇങ്ങനെയെങ്കിലും അവർക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞല്ലോ.
തുറക്കാൻ ഞാനും വരട്ടെ? ഞാൻ വാതിൽ തുറക്കാം. വേണ്ട, ഞാൻ തുറക്കാം. മുത്തശ്ശ, മുത്തശ്ശി, വാതിൽ തുറക്ക്. വാതിൽ അടച്ചിട്ടിരിക്കുന്നത് എന്തിനാ? മുത്തശ്ശ, മുത്തശ്ശി. ആഹാ, നിങ്ങൾ എത്തിയോ? നന്നി, നിന്റെ ഫ്രോക്ക് എത്ര ഭംഗിയായിട്ടുണ്ട്. മല നിന്റെ പാവാടയും എ ക്ലാസ്. മുത്തച്ഛ, ഓ, ഇവിടെ എന്തുമാത്രം പൂക്കളാ. ആ, നിന്റെ മുത്തശ്ശിയാ ഇതെല്ലാം നട്ടു വളർത്തിയത്. അമ്മേ, ഇവൾക്കും അമ്മയെ പോലെ ചെടികൾ വലിയ ഇഷ്ടമാ. മാലയ്ക്ക് ഇഷ്ടമാ പൂക്കൾ. വലിയ ഭംഗിയുള്ള പൂക്കളാ. എനിക്ക് പുല്ല ഏറ്റവും ഇഷ്ടം. ഇവിടുത്തെ പച്ചപ്പ് കണ്ട് കുട്ടികൾ വളരെ സന്തോഷത്തിലാ. നിങ്ങളെ രണ്ടാളെയും മുത്തശ്ശനും മുത്തശ്ശിയും അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ കൊണ്ടുപോകാൻ കേട്ടോ. ആദ്യം ബാലുവിന്റെ ഐസ്ക്രീം. ഞാനും വരുന്നു. ബാലുവിന്റെ ഐസ്ക്രീം. ഇന്ന് മുത്തച്ഛൻ അതിനേക്കാൾ നല്ല ഐസ്ക്രീം തരാം. വേണ്ട വേണ്ട, നമുക്ക് ബാലുവിന്റെ ഐസ്ക്രീം മതി. അയ്യോ, ഓ ശരി ശരി ശരി, ബാലുവിന്റെ ഐസ്ക്രീം തന്നെ വാങ്ങാം. സുനിത, നിങ്ങൾ ഇന്ന് പോവില്ലല്ലോ? പറ്റില്ലമ്മേ, നാളെ മാലയ്ക്ക് സ്കൂളുണ്ട്. ആ ജമായി, ഞാൻ താങ്കളുടെ കാര്യം ചോദിക്കുകയായിരുന്നു, എവിടെയാന്ന്. കള്ളം, മുത്തച്ഛൻ കള്ളം പറയാ. ഒന്നും ചോദിച്ചില്ല. അല്ല, ഞാൻ പറഞ്ഞത് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു എന്നാ. വിസിറ്റേഴ്സ് പാർക്കിംഗ് കുറച്ച് ദൂരെയാ. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇന്ദ്രപുരിയെ അഡ്മയർ ചെയ്ത് ഞാൻ വരികയായിരുന്നു. വെരി വെൽ ലേഡ് ഔട്ട് കോളനി. ഓ, ദാറ്റ് ഈസ് ട്രൂ. നമുക്ക് നടന്നാലോ? ആഫ്റ്റർ ആൾ വി ആർ ദ ഹോസ്റ്റേഴ്സ്. ആ നിക്ക് നിക്ക്, പപ്പിയും കൂടി വന്നോട്ടെ. ഒരുമിച്ച് പോയാ പോരെ? ദേ, മുത്തശ്ശി പപ്പിച്ചിട്ട് ഒരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട്. എന്താ, നടന്നാലോ? Let's go. ഓ ശരി, വാ. ഹർഷിതും ഒനിമയും ഏകദേശം 70 പേരെ ക്ഷണിച്ചിരുന്നു. ഒരു 50-55 പേരോളം ആശംസകളോടൊപ്പം വരാൻ കഴിയില്ല എന്ന ക്ഷമാപണം അയച്ചു കൊടുത്തു. അതും തപാലിൽ. 7 പേരോളം വലിയ ബൊക്കെ കൊടുത്തയച്ചു. അതും ഒരർത്ഥത്തിൽ വരില്ല എന്ന് തന്നെ അല്ലേ? എന്തോരം കസേരകളാ, എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. നീ കൈകൊട്ട്, ഞാൻ ഇന്ന് 10 കസേരകളിൽ ഇരിക്കും. അമ്മേ, കൊൽക്കത്തയിലുള്ളവരും? ഹേയ്, വരും. ഞങ്ങൾ കൊൽക്കത്തയിൽ ഓരോ ആവശ്യങ്ങൾക്കും കൃത്യസമയത്ത് പോകുമായിരുന്നില്ലേ? ഓ, ഫൈനലി കുറച്ചു പേർ ഇങ്ങോട്ട് വരുന്നുണ്ട്. വെൽക്കം മിസ്റ്റർ. ഐ ആം ബാഗ്ചി. 63 മിസ്സസ് ബാഗ്ചി. വൈഫ് അവളുടെ ക്ലബിലെ ഫ്രണ്ട്സുമായി പൂജയ്ക്ക് ഡാർജിലിംഗിലേക്ക് പോയിരിക്കുക. ഡാർജിലിംഗിലോ? പൂജയ്ക്ക് ദൂരെ നിന്ന് പോലും ആളുകൾ കൊൽക്കത്തയിലേക്കാണല്ലോ വരിക പതിവ്. അതുകൊണ്ടല്ലേ നമുക്ക് ദൂരെ പോകേണ്ടി വരുന്നത്. എനിവേ, പ്ലീസ് വരൂ. നോക്കൂ, മിസ്റ്റർ ബാഗ്ചിയെ ടേബിളിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. വരൂ, ആദ്യം ഈ സ്വീറ്റ് കഴിക്കാം. അയ്യോ, മധുരമൊക്കെ മതിയാക്കിയിട്ട് വർഷങ്ങളായി കേട്ടോ. അപ്പൊ വരൂ, ലഞ്ച് കഴിക്കാം. സോറി, ഞാൻ പുറത്തു നിന്നാണ് ലഞ്ച് കഴിക്കുന്നത്. എനിവേ, ഗൃഹപ്രവേശത്തിന്റെ ആശംസകൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം ഇൻ ഇന്ദ്രപുരി. താങ്ക് യു സോ മച്ച്. ഏതാനും ചില വയോജനങ്ങൾ ഒഴികെ മറ്റെല്ലാവരും ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ആയിരുന്നു. ചിലർ പറഞ്ഞു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലേറ്റായ, അല്ലെങ്കിൽ ലഞ്ച് കഴിക്കേണ്ട സമയമായില്ല എന്ന്. ചിലർക്ക് ഇന്ന് ഹോളിഡേ ആയിരുന്നിട്ടും ഓഫീസിൽ പോകണമായിരുന്നു എന്ന്. പക്ഷേ ബാഗ് ബസാറിൽ നിന്ന് കുറെ പേർ വന്നു. മറ്റാർക്കൊക്കെയോ വേണ്ടി തയ്യാറാക്കിയ ആഹാരമാണ് എന്നൊന്നും അവർ ചിന്തിച്ചില്ല. ഇതിനിടയിൽ ആരോ പറഞ്ഞു, ഷോട്ടൂൺ വരില്ല, അവന്റെ അച്ഛന് നല്ല സുഖമില്ല എന്ന്. ആഹാരത്തോടൊപ്പം അവരെല്ലാവരും ആർത്തുല്ലസിച്ചു. എല്ലാവരും ഒരുതരം ലഹരിയിലായിരുന്നു. പപ്പിയുടെ സർപ്രൈസ് എന്തായിരുന്നെന്നോ? ബാഗ് ബസാറിലെ ലോക്കൽ പിള്ളേരുമായി ഹിപ് ഹോപ്പ് റാപ്പ് സോങ് അവതരണം. എല്ലാവരും ശ്രദ്ധിക്കൂ. ഇപ്പോൾ ബാഗ് ബസാറിലെ ആസ്ഥാന കവി ബിറ്റി എഴുതിയ ഹിപ് ഹോപ്പ് റാപ്പ് ഗാനം കേൾക്കാം. ബാഗ് ബസാറിലെ ശക്തി സംഘം മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിക്കുന്നു ചെരുപ്പിന്റെ അളവ്. റെഡി? 1 2 3. ധീം ധനക്ക് ധീം ധനക്ക് ധീം ധനക്ക് ധീം 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 ധനക്ക് ധീം ധനക്ക് ധീം ധനക്ക് ധീം 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 ധനക്ക് ധീം ധനക്ക് ധീം ധനക്ക് ധീം 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 ധനക്ക് ധീം ധനക്ക് ധീം ധനക്ക് ധീം ധീം. കിട്ടാത്തതെന്തേ ശരിയായ ചെരുപ്പ്, തലനര കേറിയൊരു വല്യമാവ. കിട്ടാത്തതല്ല, കിടക്കാത്തതല്ല, വാങ്ങാത്തതാണ് എന്റെ കുഞ്ഞുങ്ങളെ. ധീം ധനക്ക് ധീം ധനക്ക് ധീം ധനക്ക് ധീം 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 ധനക്ക് ധീം ധനക്ക് ധീം ധനക്ക് ധീം 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 ധനക്ക് ധീം ധനക്ക് ധീം ധനക്ക് ധീം 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 ധനക്ക് ധീം ധനക്ക് ധീം ധനക്ക് ധീം ധീം. അങ്ങനെ ഫംഗ്ഷന് ശേഷം ഇന്ദ്രപുരിയിലെ പാർക്കിലെ
പതുപതുത്തെ പുൽത്തകടിയിലിരുന്ന് ആ കുടുംബം പരസ്പരം സന്തോഷം പങ്കിട്ടു. ഒനിമ തന്റെ പേരക്കുട്ടികളോടൊപ്പം അവിടെയെല്ലാം ഓടി നടന്നു. ഓരോ ചെടികളുടെയും പൂക്കളുടെയും പേര് പറഞ്ഞ് താൻ അമ്മൂമ്മയാണെന്ന കാര്യം പോലും മറന്നതുപോലെ. ആ പിള്ളേരെ, ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. ആ, അമ്മ പക്ഷിയെ പോലെ പറന്നു നടക്കുകയാണ്. കുട്ടികൾക്ക് സന്തോഷത്തിന് ഇനി എന്ത് വേണം? ആ മതി മതി, പോകാം. ഒനിമ, ആ ദാ വരുന്നു. മുത്തശ്ശി മുത്തശ്ശി, ഈ റോസാപ്പൂക്കൾക്കൊന്നും ഒരു മണവുമില്ലല്ലോ, എന്താ? ആ, നാടൻ റോസാപ്പൂവിനെ മണമുണ്ടാവൂ. അതും വേപ്പിന്റെയും അരയാലിന്റെയും ഒക്കെ അരികെയുള്ളതിന്. മാല, നമുക്കൊരു പന്തയം വെക്കാം. മുത്തശ്ശിന്റെ അടുത്ത് ആദ്യം ആരാ എത്തുന്നതെന്ന് നോക്കാം. റെഡി, 1 2 3. ആ സമയം ഓഫീസിനടുത്ത് നിന്ന് റോഡിലേക്ക് ബ്രിഗേഡിയർ സാർ വരികയായിരുന്നു. മിസ്റ്റർ ഹാഷ്, ഹലോ ബ്രിഗേഡിയർ സാർ, പ്ലീസ് ഒന്നീ വരൂ. ദാ വരുന്നു. ഒനിമ വേഗം, ഇല്ലെങ്കിൽ ഈ ഭൂതം. കൊള്ളാലോ, നല്ല പേര്. ഇന്ദ്രപുരിയിൽ എല്ലാ കാര്യങ്ങളും വെൽ ഓർഗനൈസ്ഡ് ആണ്. ഏയ് കുട്ടികളെ, ഉള്ളിൽ കളിക്കരുത്, അതില്ലാതാകും. അവരെ ഒന്ന് വിലക്കരുത്. പുല്ലിലല്ലാതെ മറ്റെവിടെ കളിക്കും? ഈ പാർക്ക് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ വളരെ ഓർണമെന്റലാണ്. ആ, അപ്പോ കുട്ടികളും ഞങ്ങൾ മുതിർന്നവരുമൊക്കെ ഇതിലങ്ങനെ ഉലാത്തണം. അല്ലാതെ എന്നെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യിക്കണോ? എല്ലാം റൂട്ട് ബുക്കിൽ എഴുതിയിട്ടുള്ളതല്ലേ? ബ്രിഗേഡിയർ സാറേ, എന്റെ പേരക്കുട്ടികൾ വല്ലപ്പോഴുമാണ് എന്റെ അടുത്ത് വരുന്നത്. മാത്രവുമല്ല, അവരെന്താ ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കുകയാണോ? ബാഗ് ബസാറിൽ വെച്ച് തെരുവ് പിള്ളേർ ജനൽ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച അനുഭവം താങ്കൾക്ക് കാണാതിരിക്കില്ല. ഓ, ഇതെന്തൊരു ബഹളമായിവിടെ. കുട്ടികൾ എപ്പോഴും അങ്ങനെയല്ലേ? അവർ അടങ്ങിയിരിക്കുമോ? അവർ സ്കൂളിൽ കളിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ജിമ്മിൽ പോട്ടെ. ആ, വേറൊരു കാര്യം കൂടി പറയാനാ ഞാൻ വന്നത്. എന്താ? താങ്കളുടെ ഫംഗ്ഷന് വലിയ ബഹളമായിരുന്നെന്ന് ഒത്തിരി ആളുകൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. യുനോ, ഇന്ദ്രപുരിയിൽ എല്ലാവരും അയൽപക്കക്കാരെ ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ടായിരിക്കും ഇവിടെ ആരും ഒന്ന് തുറന്ന് ചിരിക്കുക പോലും ചെയ്യാത്തത്. ചിരിക്കാനായി 1/2 ഇഞ്ചിൽ കൂടുതൽ ആരും ഇവിടെ വായ പൊളിച്ച് ഞാൻ കണ്ടില്ല. താങ്കൾ തെറ്റിദ്ധരിച്ചതാണ്. ആ, ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ ഇവിടത്തെ ബുക്ക്ലെറ്റും വായിച്ചു തീർക്കേണ്ടി വരുമോ എന്നാ എന്റെ പേടി. ഒന്ന് ചോദിച്ചോട്ടെ, ഈ മണമില്ലാത്ത റോസാപ്പൂക്കളും തണൽ തരാത്ത മരങ്ങളുമെല്ലാം വച്ചു പിടിപ്പിച്ചത് റൂളിന്റെ ഭാഗമാണോ? ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എനിക്ക് പ്രകൃതിയോട് വലിയ സ്നേഹമാണ്. വീട് നിറയെ ബോൺസായി ചെടികളായിരുന്നു. ഞാൻ ഇവിടെ ഇനി ഒരു റൂൾ കൂടി എഴുതി ചേർക്കാൻ പോവുകയാണ്. എന്താന്ന് വെച്ചാൽ, എല്ലാവരും ബാൽക്കണിയിൽ ബോൺസായി ചെടികൾ മാത്രമേ വെച്ചു പിടിപ്പിക്കാവൂ എന്ന്. അയൽപകത്തെ വീടുകളിൽ ചപ്പും ചവറും വീടില്ലല്ലോ. എനിക്ക് ബോൺസായി ചെടികൾ ഇഷ്ടമേ അല്ല. നമുക്ക് പോകാം. ഓക്കെ ബ്രിഗേഡിയർ സാർ, ബൈ ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ഗൃഹപ്രവേശ്. ഗൃഹപ്രവേശത്തിനു ശേഷം ഹർഷിതും ഒനിമയും അല്പം ക്ഷീണിതരായിരുന്നു. ഹർഷിതിന് എപ്പോഴും വിശ്രമിച്ചാൽ മതിയെന്നായി. 2-3 ദിവസങ്ങൾക്കു ശേഷം, ഇതെന്താ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് വീണതാണെന്ന് തോന്നുന്നു. ആ, അത് ആശിഷിന്റെ കാർഡാണ്. അവിടെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചോളൂ. എനിക്ക് വല്ലാത്ത ക്ഷീണം. അതൊന്നും സാരമില്ല. എന്തു പറ്റി? ഒന്നുമില്ല, ഒരു ക്ഷീണം പോലെ. അപ്പോ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേഗം ഉറങ്ങിക്കോളൂ. ഒരു ഉന്മേഷവുമില്ലാത്ത പോലെ. അയ്യോ, എനിക്ക് പേടി തോന്നുന്നു. ഡോക്ടറുടെ അടുത്ത് പോയാലോ? നീ പേടിക്കൊന്നും വേണ്ട. ദുർഗാപൂജ വരെയെങ്കിലും എനിക്കൊന്നും സംഭവിക്കില്ല. ഇന്ദ്രപുരിയിൽ ഇന്നാണ് വിജയദശമി സെലിബ്രേഷൻ തുടങ്ങുന്നത്. ഹർഷിതിന് നല്ല സുഖമില്ലാതിരുന്നിട്ടും രണ്ടുപേരും ഫംഗ്ഷന് വന്നു. അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച വീട്ടിലെ ആദ്യത്തെ പൂജയാണല്ലോ ഇത്. ഇപ്പോ എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ. ഇന്നലത്തേക്കാൾ മാറ്റമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ വന്നത്. ഇപ്പൊ തോന്നുന്നു വരണ്ടായിരുന്നു. ഇത് ആദ്യത്തെ ചടങ്ങല്ലേ? സന്തോഷമായിരുന്നാട്ടെ. എത്ര നന്നായി പാടുന്നു എന്ന് നോക്കിയേ. ആ പാട്ടിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കൂ, അപ്പൊ അസുഖം തോന്നില്ല.
താങ്ക് യു ഫ്രണ്ട്സ്. ഇന്ദ്രപുരി ഹൗസിംഗ് എസ്റ്റേറ്റിന്റെ 13ാം വിജയദശമിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ വർഷം ഇന്ദ്രപുരി കുടുംബത്തിൽ ഒരു ഫാമിലി കൂടി എത്തിയിരിക്കുകയാണ്. മിസ്സേഴ്സ് ആൻഡ് മിസ്റ്റർ ഹർഷിത് ചട്രാജ്. അവർ സെക്ടർ 4A31 താമസിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും ആൻഡ് ഓൺ മൈ ഓൺ ബിഹാഫ് ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മിസ്റ്റേഴ്സ് ആൻഡ് മിസ്സസ് ഹർഷിത് ചട്രാജ്. വെൽക്കം. നോക്കൂ, ഒന്ന് എണീറ്റ് നിൽക്കാൻ ശ്രമിച്ചൂടെ? ദാ, എന്റെ കയ്യിൽ പിടിച്ചോളൂ. എഴുന്നേക്ക്. ഒന്ന് ചിരിച്ചൂടെ? എനിക്ക് തീരെ വയ്യ. എന്താ, എന്തു പറ്റി? ഒട്ടും വയ്യാത്തതുപോലെ. നമുക്ക് പോകാമോ? ദാ, വീടെത്തിയല്ലോ. ആ, ഒരു മിനിറ്റ്. ഈ ചുവരിൽ പിടിച്ചു നിൽക്കണേ. വീടല്ലേ, ഞാൻ ഡോർ തുറക്കട്ടെ. ഓക്കെ, അല്പം കിടക്കുമ്പോ ശരിയാവും. എന്തൊരു ബോറാണ് ഇവിടെ. വരൂ. ആ, കൈ പിടിച്ചോളൂ. സൂക്ഷിച്ച്. ആ, സൂക്ഷിച്ച്. ആ ആ കിടന്നോളൂ, കിടന്നോളൂ. വെള്ളം തരട്ടെ? എന്തിനായി ജനാലകൾ അടച്ചിട്ടിരിക്കുന്നത്? ഈശ്വര, എന്താ പറ്റിയത്? എന്താ? ശ്വാസം മുട്ടുന്ന പോലെ. അയ്യോ, നെഞ്ചിന് വേദനയുണ്ടോ? അയ്യോ, കിടന്നോളൂ. ഞാൻ കോളനിയിലെ ഡോക്ടേഴ്സിനെ ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ. ഒരു മിനിറ്റ്, കിടന്നോളൂ. ദൈവമേ, ജനാലകൾ അത് തുറന്നാണല്ലോ കിടക്കുന്നത്. കുറച്ച് വെള്ളം തരട്ടെ? കുടിക്ക്. എനിക്ക് വേണ്ട. അയ്യോ, കിടന്നോളൂ. തലയിണ വേണ്ട, നെഞ്ചിന് ഭാരം തോന്നും. കിടന്നോളൂ. അയ്യോ, നീ ഒരിടത്തും പോകണ്ട, ഇവിടെ ഇരിക്ക്. അയ്യോ, ഞാനിതാ വരുന്നു. ഒട്ടും വിഷമിക്കണ്ട. കണ്ണടച്ച് തുറക്കുമ്പോൾ ഞാനിന്നെത്തും. മിസ്റ്റർ ഷിക്ദർ എവിടെയാ? അവിടെ സ്റ്റേജിലുണ്ടല്ലോ. ഇത്തവണത്തെ ഫംഗ്ഷൻ മുമ്പത്തെക്കാളും ഗ്രാൻഡായി. നമ്മുടെ ഇന്ദ്രപുരി. ഓ, ഐ ഹോപ്പ് യു എൻജോയ് ദ ഈവനിംഗ്. മിസ്റ്റർ ഷിക്ദർ. യെസ് മിസ്റ്റർ ഹർഷിത്, ഹൗ ആർ യു? ഹസ്ബൻഡിന് ഒട്ടും സുഖമില്ല, ഹാർട്ടിന്. ഹേയ്, ഡോണ്ട് വറി, പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. അവരൊക്കെ ഫോണിൽ വിളിച്ചു, പക്ഷേ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. ഓ, ടുഡേ ഈസ് പൂജ ഈവ്. എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് എല്ലാം സിറ്റിയിലേക്ക് പോയിട്ടുണ്ടാവും. അവർക്കും പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഇവിടെ ഇന്ദ്രപുരിയിൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ ചൗധരി. ഓ, പക്ഷേ അദ്ദേഹം ഡെന്റിസ്റ്റ് ആണല്ലോ. ആ, പിന്നെ ഡോക്ടർ സെൻ ഉണ്ട്. മിസ്റ്റർ ദാസ്ഗുപ്ത, ഡോക്ടർ സെൻ നിങ്ങളുടെ ബ്ലോക്കിലല്ലേ? ഓ, ഡോക്ടർ സെൻ, അദ്ദേഹം റിട്ടയർഡ് ആണ്. അതൊന്നും സാരമില്ല. ഫ്ലാറ്റ് നമ്പർ എത്രയാ? അദ്ദേഹം ഇവിടെ ഇല്ല, ഒരാഴ്ചയായി ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. ആ ഇന്ദ്രപുരിയുടെ ഓപ്പോസിറ്റ് മുഖർജി നഗറിലെ ഫ്ലാറ്റ് ഇല്ലേ, അവിടെ ഞാൻ ഡോക്ടേഴ്സ് ബോർഡ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരം വരും. മുഖർജി നഗർ. ഗാർഡ്. ഗുഡ് ഈവനിങ്. ഫ്ലാറ്റ് ഒരു ടാക്സി വിളിക്കൂ, വേഗം. ടാക്സി? ഇനി ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. എവിടെ നിന്നെങ്കിലും ഒന്ന് വിളിക്കൂ. A31 പറഞ്ഞേക്കൂ. വേഗം വേണം, പ്ലീസ്. എമർജൻസിയാ. ഇപ്പോ എങ്ങനെയുണ്ട്? വല്ലാതെ കൊളുത്തി പിടിക്കുന്ന പോലെ, കിടക്കാനേ കഴിയുന്നില്ല. വിഷമിക്കണ്ട കേട്ടോ. ഈശ്വര, ആരുമില്ലല്ലോ ഒരു സഹായത്തിന്. ഞാൻ ആരോട് പറയും? ബാഗ്ദസാറിലായിരുന്നെങ്കിൽ ഇപ്പോൾ. ഈശ്വര,
ഹലോ ആശിഷ്. ഹലോ, ആരാ? ആ, ഒരുമ ചേച്ചിയോ? സുഖം തന്നെയല്ലേ? ആശിഷ്, എന്താ, എന്ത് പറ്റി? നിന്റെ ഹർഷിത് സാറിന് ഒട്ടും സുഖമല്ല. എന്താ എന്താ പറ്റിയത്? ഹാർട്ടിന് എന്തോ ആണ്. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യുക ആശിഷ്, ഇല്ലെങ്കിൽ. ഓഹോ, എന്തുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ വേണ്ട ചെയ്യാം. അയ്യോ, ഡോക്ടർ വന്നോ? ഈശ്വര. ഇപ്പോ വരും. ഞാൻ നെഞ്ച് തിരുമ്മി തരട്ടെ. അങ്ങനെ അങ്ങനെ ഇപ്പം അല്പം ആശ്വാസം തോന്നുന്നുണ്ട്. കണ്ണടച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ പുറത്തു പോയി നോക്കിട്ട് വേണ്ട വേണ്ട, ഒരിടത്തും പോകണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ തടവി തന്നാ മതി. ഒരു നിമിഷം, ഞാൻ നോക്കിയിട്ട് വേഗം വരാം. കുറച്ചു സമയം അങ്ങനെ കടന്നുപോയി. പുറത്തുപോയി എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് ഉനുമയ്ക്ക് തോന്നി. പക്ഷേ അർത്ഥബോധാവസ്ഥയിൽ കിടക്കുന്ന ഹർഷിതിന് ഉനുമയുടെ സാമീപ്യമല്ലാതെ മറ്റെന്താ ഉള്ളത് ആശ്രയമായി? ഷോട്ടുന്റെ ബൈക്കിന്റെ ശബ്ദം. അതെ, ഷോട്ടിന്റെ ബൈക്ക് തന്നെ. ഷോട്ടൻ വരികയാണ്. അതെ, ഷോട്ടൻ വരികയാണ്. എത്ര ശല്യമാണ് അവന്റെ കടകട ശബ്ദം. അങ്ങനെയൊന്നും പറയരുത്, വിഷമിക്കാതിരിക്കും. ഷോട്ടൻ വരട്ടെ. ഷോട്ടൻ ഗുണ്ടയ ഗുണ്ടയ ഷോട്ടൻ ഗുണ്ടയ. ചിലർ നമുക്ക് പ്രിയപ്പെട്ടവരാണ്, മറ്റു ചിലർ വെറുക്കപ്പെട്ടവരും. പക്ഷേ ഏതു തിരക്കിനിടയിൽ നിന്നും സഹായഹസ്തവുമായി നമ്മുടെ അരികിലേക്ക് ഓടിയെത്തുന്നത് ഈ വെറുക്കപ്പെട്ടവരാണെങ്കിലോ? അവനല്ലേ യഥാർത്ഥ ബന്ധു? ഹർഷിത് പതിയെ അബോധാവസ്ഥയിലേക്ക് മുങ്ങുകയാണ്. ഒപ്പം ബോധത്തിൻ്റെ നേരിയ കണികയുമുണ്ട്. ഇപ്പോൾ ഇന്ദ്രപുരിയിലെ ശ്മശാന ഭീകരമായ അന്ധകാരത്തെ ഭേദിച്ചുകൊണ്ട് ഹർഷിതിന് വേണ്ട മൃതസഞ്ജീവനിയുമായി വരുന്ന ദേവദൂതനായിരുന്നു ബാഗ് ബസാറിലെ ഗുണ്ടയായ ഷോട്ടൂൻ. രണ്ടര മുറിയുള്ള വീട് നാടകം സമാപിക്കുന്നു. മൂല ബംഗാളി രചന ഭഗീരഥ് മിശ്ര. ഹിന്ദി രൂപാന്തരം അശോക് ലാൽ. മലയാള പരിഭാഷ PS ശ്രീദേവി. അഭിനേതാക്കൾ രവി വള്ളത്തോൾ, PAM റഷീദ്, വേണു കണിയാരത്ത്, ആര്യനാട് രാജേന്ദ്രൻ KPSC, അനിൽ ആറ്റിങ്ങൽ, മുക്കൂട് ഗോപാലകൃഷ്ണൻ, വക്കം ബോബൻ, ഗിരീഷ് സോപാനം, കാട്ടാക്കട പ്രേംകുമാർ, രതീഷ് J അയ്യർ, DS രാജീവ്, KPSC പുഷ്പലത, അനിത അനിൽ, സുഷമ അനിൽ, കുമാരി അഞ്ജിത BR നായർ, കുമാരി നിവേദിത V രാജ്. സംവിധാന സഹായം M നിസാമുദ്ദീൻ, ദുർഗ രാജു. സംവിധാനം രാജേശ്വരി മോഹൻ.